സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി വി ഉണ്ണികൃഷ്ണൻ ബി.ജെ.പി നേതാവ്, ഡോക്ടർ ഷമാ മുഹമ്മദ് കോൺഗ്രസ് വക്താവ്, എം.ബി. രാജേഷ് CPM നേതാവ്, ആനന്ദ് കൊച്ചുകുടി മാധ്യമപ്രവർത്തകൻ എന്നിവർ. ആദ്യം ഉണ്ണികൃഷ്ണനിലേക്ക്. ശ്രീ ഉണ്ണികൃഷ്ണൻ, സമരക്യാമ്പുകൾ ആക്രമിക്കാൻ 150ഓളം പേർ വരുന്നു. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന് ഉടൻ തന്നെ മനസ്സിലാകുന്നത് നാട്ടുകാരാണ് എന്ന്. എങ്ങനെയാണത് മനസ്സിലായത്? എങ്ങനെയാണ് അക്രമികളെ നാട്ടുകാർ എന്ന് പറഞ്ഞ്, നാട്ടുകാരുടെ പ്രതിഷേധം എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാവുക? രജിംസെ, ഈ ഒരു സമരം ഏകദേശം 64 ദിവസം പിന്നിടുകയാണ്. ഈ 64 ദിവസം പിന്നിട്ട സമരത്തിൽ 11 പ്രാവശ്യം സർക്കാർ സമരക്കാരുമായി ചർച്ച ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹി കലാപഭൂമിയാക്കി രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനത്തെ അലങ്കോലപ്പെടുത്താനും ലോകത്തിൻ്റെ മുന്നിൽ ഭാരതത്തെ നാണം കെടുത്താനുമുള്ള ശ്രമം കർഷക സമരത്തിൻ്റെ പേരിൽ ചില തീവ്രവാദ സംഘടനകളും അതുപോലെ തന്നെ കലാപകാരികളും അഴിഞ്ഞാടി ഡൽഹിയിലെ ദേശീയ പതാക പാറേണ്ട സ്ഥലത്ത് സിഖ് പതാക നാട്ടിയ സംഭവങ്ങൾ നമുക്കെല്ലാം അറിയാം. 396ഓളം പോലീസുകാർ ആശുപത്രിയിലാണ്. 44 കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന് ഏറ്റവും അപമാനമുണ്ടാക്കിയ ഒരു ദിനമായിരുന്നു അന്ന്. ഒരുപക്ഷെ സമരക്കാരിലെ കലാപകാരികളും ഒരുപക്ഷെ കർഷകർ ആഗ്രഹിച്ചിട്ടുണ്ടാകും. സമരക്കാരിലെ കലാപകാരികളും ആ സമരത്തിന് പിന്തുണച്ച കോൺഗ്രസും CPM അടക്കമുള്ള നേതാക്കന്മാർ ആഗ്രഹിച്ചിരുന്നത് ആ നന്ദിഗ്രാമിലെ പോലെ ടിയാനാമെൻ സ്ക്വയറിലെ പോലെ ഈ കർഷകർക്ക് നേരെ വെടിവെപ്പ് നടത്തി രാജ്യത്തിനൊരു കറുത്ത ദിനമായി, രക്തപങ്കിലെ ദിനമായി ആ ദിനം മാറണം എന്നായിരിക്കാം അവർ ആഗ്രഹിച്ചത്. പക്ഷേ പോലീസുകാർ വളരെ സംയമനത്തോടുകൂടി രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനത്തിൽ ഒരു കാരണവശാലും ചോര ചിന്താൻ പാടില്ല, രക്തം വീഴാൻ പാടില്ല എന്ന ആഗ്രഹത്തോട് വളരെ സംയമനത്തോടുകൂടി ആ ദിവസം സമീപിച്ചുകൊണ്ടാണ് വലിയ കലാപം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള രക്തച്ചൊരിൽ അവിടെ ഒഴിവായത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ വീണ്ടും അവർ കർഷക സമരത്തിൽ നിന്നും പല സംഘടനകളും പിന്മാറിക്കഴിഞ്ഞു. ധാരാളം ആൾക്കാർ അവർ തിരിച്ചു പോയി കഴിഞ്ഞു. കർഷക സംഘടന വലിയ ഭിന്നിപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അവർ തമ്മിൽ പരസ്പരമുള്ള ചെളിവാരി എറികളിലും അത് പരസ്പര ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൊന്നും ഞങ്ങൾ പങ്കില്ല. ഒരു ട്രാക്ടർ അപകടത്തിൽപ്പെട്ട് മരിച്ച ഒരാളെ കാണാൻ പോലും 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞ ഒരു നേതാവും എത്തിച്ചിരുന്നില്ല. അപ്പോൾ സമരം വഴിവിട്ടു പോയി എന്നിവർക്കെല്ലാം ബോധ്യം വന്നിരിക്കുന്നു. സമരത്തിൽ ഉന്നയിച്ച കാര്യങ്ങളിൽ, സമരത്തുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച കാര്യങ്ങളിൽ കർഷകരുടെ പിന്തുണ ഇല്ല എന്നവർക്ക്, രാജ്യത്തെ കർഷകരുടെ പിന്തുണ ഇല്ല എന്നവർക്ക് ബോധ്യം വന്നു കൊടുക്കുന്നു. അങ്ങനെ തിരിച്ച് ഈ തരത്തിലുള്ള അതിർത്തികളിൽ വീണ്ടും തമ്പടിച്ച സമയത്ത് ഒരുപക്ഷെ കഴിഞ്ഞ 62 ദിവസമായിട്ട് അവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപക്ഷെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകാൻ കാരണം? അവർക്ക് മനസ്സിലായി ഈ സമരം നയിക്കുന്നത്, സമരത്തിൽ കർഷകരില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സമരം നയിക്കുന്നത് കർഷകരെ വഴിതെറ്റിക്കുവാനും അതുപോലെ തന്നെ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സമരത്തെ വഴിതിരിച്ചുകൊണ്ട് രാജ്യദ്രോഹ ശക്തികളും അതുപോലെ കലാപകാരികളും എല്ലാം അഴിഞ്ഞാടും സ്ഥിതിയിലേക്ക് വന്നപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി ഈ സമരം ഒരു സത്യത്തിന് വേണ്ടിയുള്ള സമരമല്ല, ഈ സമരം യഥാർത്ഥ കർഷകന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ബോധ്യപ്പെട്ടിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവരുടെ ജനുവരി 26 ഡൽഹിയിൽ നടന്ന സംഭവവികാസങ്ങൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ടാർണിഷ് ചെയ്യാം. ഞാൻ എൻ്റെ ചോദ്യം വളരെ ഡയറക്റ്റാണ്. 150 പേരിൽ കൂടുതലില്ല ഇന്ന് ആ സിംഘു അതിർത്തിയിൽ വന്ന നാട്ടുകാരെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ. ആ 150 പേരില്ലാത്ത ആൾക്കാരെ ഒരു ആയിരക്കണക്കിന് സമരക്കാർ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു സമര ക്യാമ്പിലേക്ക് ഒരു പക്ഷേ 1000-ഓ 2000-ഓ ഉള്ള പോലീസുകാർ ആനയിച്ചു കൊണ്ടുപോകുന്നു. അവർ അക്രമം നടത്തുമ്പോൾ നോക്കി നിൽക്കുന്നു എന്ന് മാത്രമല്ല, അക്രമകാരികളോടൊപ്പം പോലീസും ചേർന്ന് സമരക്കാരെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഇവരെ, ഈ നാട്ടുകാരെന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ അക്രമികളെ പോലീസ് ആനയിച്ചു കൊണ്ടുപോവുകയാണ് ആ സമരസ്ഥലത്തേക്ക്, ക്യാമ്പിലേക്ക്. ഇതിനെ എന്താണ് വിളിക്കുക? ഇതിനാണോ നാട്ടുകാരുടെ പ്രതിഷേധമെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്? രജിംസെ, കർഷകർ എല്ലാവരും തീവ്രവാദികളാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങനെ പറയുകയല്ല. രാജ്യത്തെ കർഷകരെ ഞങ്ങൾ അന്നദാതാക്കളായിട്ട് കാണുന്നത്, രാജ്യത്തിന് അന്നം നൽകുന്ന കർഷകരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അവരൊരിക്കലും തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ കർഷക സമരത്തിൽ നുഴഞ്ഞു കയറി കർഷക സമരത്തെ നരേന്ദ്രമോദിക്കെതിരെയുള്ള സമരമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതിനെ മാറ്റേണ്ട ആവശ്യമില്ല. സമരം തന്നെ മോദിക്കെതിരെയുള്ളതാണ്. പ്രധാനമന്ത്രി ഇതുവരെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന 3 കർഷക നിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ളതാണ് സമരത്തിന്റെ ആവശ്യം. പിന്നെ അത് നുഴഞ്ഞു കയറി അത് പ്രധാനമന്ത്രിക്കെതിരെ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് BJP ഭരിക്കുന്ന സർക്കാരിനെതിരെ, പ്രധാനമന്ത്രിക്കെതിരെയുള്ള സമരം തന്നെയാണ് 1-ാം തീയതി മുതൽ. അല്ല, ആയിക്കോട്ടെ, ഞാൻ പറയാം. നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞല്ലോ,
62 ദിവസം നടത്തിയ സമരം, ആ സമരം സമാധാനപരമായിരുന്നു. എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, സാധാരണ ഒരു കർഷകൻ ഒരിക്കലും റിപ്പബ്ലിക് ദിനത്തിൽ അലങ്കോലപ്പെടുത്തി സർക്കാരുമായി ഉണ്ടാക്കിയ കരാറെല്ലാം ലംഘിച്ച് 12 മണിക്ക് ശേഷം 5 മണി വരെ സമരം നടത്തൂ എന്ന് പറഞ്ഞതിന് ശേഷം 10 മണിക്ക് തന്നെ രാകേഷ് എംപിയുടെയൊക്കെ പ്രകോപനപരമായ പ്രസംഗത്തിന്റെ ഫലമായി അവർ ഡൽഹിയിലേക്ക് ഇരച്ചു കയറുകയും ചെങ്കോട്ടയിലേക്കും പോവുകയും അതുപോലെ തന്നെ സമയം പറയാത്ത റൂട്ടുകളിലൂടെ പോവുകയും അവിടെ പോലീസുകാർക്ക് നേരെ അടിച്ചോടിക്കുകയൊക്കെ ചെയ്ത സാഹചര്യം എം പി എന്ന കർഷക നേതാവ് അദ്ദേഹം ഡൽഹിയിൽ എന്ത് ഞാൻ പറയാം അദ്ദേഹം 10:10 നടന്ന ഈ സമരത്തിലെ തൊഴിലാളികളും അതുപോലെ തന്നെ കർഷകർ അടക്കമുള്ളവർ മോഡി സർക്കാരിനെതിരെയുള്ള സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോഡി സർക്കാരിന് താഴെ ഇറക്കാൻ വേണ്ടിയുള്ള സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും. 10 മണിക്ക് എന്തുകൊണ്ട് 12 മണി സമയം വെച്ചിട്ട് 10 മണിക്ക് തന്നെ അവർ മുന്നോട്ട് പോകാൻ കാരണം രാഷ്ട്രീയക്കാര് അല്ല, പ്രകോപനമല്ല. ഞാൻ ചോദിക്കട്ടെ, സമാധാനപരമായി സമരം നടത്തിയിരുന്ന ആൾക്കാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ അവരെ 10 മണിക്ക് മുന്നോട്ട് നയിച്ചു. 12 മണിക്ക് മുന്നോട്ട് പോകാൻ പറഞ്ഞ സമരത്തെ എന്തുകൊണ്ട് 10 മണിക്ക് മുന്നോട്ട് കൊണ്ടുപോയി? എന്തിന് പറയാത്ത വഴികളിലൂടെ മുന്നോട്ട് പോയി? എന്തുകൊണ്ട് ചെങ്കോട്ടയിലേക്ക് പോയി? എന്തുകൊണ്ട് ചെങ്കോട്ടയിൽ ദേശീയ പതാക നാട്ടി? ബി.ജെ.പി. സ്റ്റൂജുകൾ നുഴഞ്ഞു കയറി സംഭവിച്ച കാര്യങ്ങളെന്നാണ് മറുപക്ഷം ആരോപിക്കുന്നത്. അതൊക്കെ ആരോപണങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തിന്റെ 72ാം രാജ്യത്തിന്റെ 72ാം റിപ്പബ്ലിക് ദിന അഭിമാന പുരസ്കാരം ലോകത്തിന് കോവിഡ് വാക്സിൻ നൽകി, 2 കോവിഡ് വാക്സിനുകൾ നൽകി. 100ഓളം രാജ്യങ്ങൾ ഭാരതത്തിൽ കോവിഡ് വാക്സിൻ കൊണ്ട് കൈനീട്ടി നിൽക്കുന്ന സമയത്ത് 25ലധികം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന സമയത്ത് വായുസേനയും കരസേനയും നാവികസേനയും ഒക്കെ അഭിമാനമായിട്ട് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ബി.ജെ.പിയുടെ ആൾക്കാർ നുഴഞ്ഞു കയറി ആ സമരത്തെ വഴിതിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ പരിഹാരം കഴിക്കുന്ന ആൾക്കാർ വിശ്വസിക്കില്ല. കാരണം അതിലേക്ക് നുഴഞ്ഞു കയറിയ ആൾക്കാർ അനുഭവങ്ങൾ അങ്ങനെയാണ്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി, നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി അബ് കി ബാർ ട്രംപ് കി സർക്കാർ എന്ന് പ്രസംഗിച്ച ആ മഹാമനുഷ്യൻ ഡൽഹിയിൽ താമസിക്കുമ്പോൾ, ഇന്ത്യ സന്ദർശനം നടത്തുമ്പോൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ വർഷം നടന്നത് എന്താണെന്ന് താങ്കൾ കണ്ടതാണ്. അദ്ദേഹം ഡൽഹിയിൽ ഉള്ളപ്പോഴാണ് നിങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകൾ സംഘപരിവാർ ഡൽഹിയിൽ അഴിഞ്ഞാടിയത്. ആരാ ചെയ്ത് നമ്മൾ കണ്ടതാണ്. പിന്നെ രാജ്യത്തെ നാണം കെടുത്താൻ നിങ്ങളും ചെയ്യും കാര്യങ്ങൾ. അന്ന് ആരാ നാണം കെടുത്തിയത്? അല്ലല്ല, അന്ന് തീവ്രവാദികളും കലാപകാരികളും മതമൗലികവാദികളാണ് ആയിരിക്കാം. കാരണവശാലും ഒരു വിദേശ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യം സന്ദർശിക്കുമോ? അല്ല, ഞങ്ങളുടെ ആളുകളല്ല, അതിന് സംശയമൊന്നും വേണ്ട. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വീണ്ടും വരാം. താങ്കൾ പറഞ്ഞു 150ഓളം വരുന്ന നാട്ടുകാർ അവരെ തടയാൻ പോയി എന്ന് പറയും. എന്താ കാരണം? 62 ദിവസമായി നാട്ടുകാർ അവരൊന്നും ചെയ്തില്ലല്ലോ. 62 ദിവസത്തിന് ശേഷം ഇത്തരത്തിൽ ഒരുപക്ഷെ കർഷകരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, യു.പിയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ മാത്രമല്ല കർഷകർ, രാജ്യത്ത് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും അതുപോലെ എല്ലാ സ്ഥലത്തും കർഷകരുണ്ട്. അവരൊന്നും വലിയ കർഷക സമരത്തിൽ പങ്കാളിയായിട്ടില്ല. നിങ്ങൾ പറയുന്ന രാജ്യം വലിയൊരു കർഷക സമരത്തിലൊന്നുമല്ല. അപ്പം കർഷക ഈ ബില്ലിനെ അനുകൂലിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് രാജ്യത്ത്. ആ അനുകൂലിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ ആ സ്ഥലത്ത് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ അവിടെ താമസിച്ച് ചെയ്യുന്നതിനെയോ അവർക്കത് ഒരുപക്ഷെ പ്രയാസമായ സമയത്ത് ഒരുപക്ഷെ അവർ പ്രതികരിച്ചിട്ടുണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. അക്രമത്തെ ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല. അല്ലാതെ ബി.ജെ.പി. യു.പിയിലെ കർഷകർ പ്രശ്നമല്ല. ഓക്കെ, യു.പിയിൽ ഇന്ന് കിസാൻ മഹാപഞ്ചായത്ത് നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഓക്കെ, ഈ ടിക്കായത്ത് എന്ന് പറയുന്ന ആളുടെ കീഴിലുള്ള കർഷകരുടെ എണ്ണം അറിയാമോ? അതൊക്കെ ടിക്കായത്തിന്റെ കർഷകരെയും ഒക്കെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ. ഒരുപാട് വർഷമായി ടിക്കായത്തും അതുപോലെ തന്നെ രാകേഷ് ടിക്കായത്തും നടന്ന സമരത്തെക്കുറിച്ചൊക്കെ അറിയാം. രാജ്യത്തെ ഏറ്റവും വലിയ കർഷകർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിരുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാ. ഒരുപാട് കാർഷിക നിയമങ്ങളും അതുപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡുകളും കിസാൻ നിധിയും ഒക്കെ കൊടുത്ത് കർഷകർ രാജ്യത്ത് സ്വയം പര്യാപ്തമായ രാജ്യമാണ്. അതൊക്കെ മനസ്സിലാക്കി 2019 വോട്ട് ചെയ്തതാണ് നരേന്ദ്രമോദിക്ക്. നൽകുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി 2019 കർഷകരൊക്കെ വോട്ട് ചെയ്തതാണ് നരേന്ദ്രമോദിക്ക്. എന്നിട്ടാണ് ഈ ചതി എന്നാണ് അവർ പറയുന്നത്. അതെ,
അല്ല, ചതിച്ചിട്ടില്ലെന്ന്. എവിടെ ചതി? ഞാൻ ചോദിക്കുക, തുറന്ന മനസ്സോടുകൂടി 11 പ്രാവശ്യം സർക്കാർ, നിങ്ങൾ ഈ നിയമത്തിൽ ഏതാണ് മാറ്റം വരുത്തേണ്ടത്? നിങ്ങൾ മാറ്റം വരുത്തുന്ന നിയമം പറയൂ. നിങ്ങൾ 1.5 വർഷത്തേക്ക് വേണമെങ്കിൽ നിയമം മരവിപ്പിക്കാം. കോടതി പറഞ്ഞു ഒരു സമിതി ഒന്ന് പഠിക്കട്ടെ. ഞങ്ങൾ ഏത് തരത്തിലാണ് നിഷേധാത്മക കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി MP ഒരു വിശദമായ വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ക്ലാസ് എടുക്കുകയാണ്. എന്താണ് ഈ നിയമങ്ങളുടെ കുഴപ്പം, ഈ നിയമങ്ങൾ നടപ്പായാൽ എന്താണ് പ്രശ്നമെന്ന് മാധ്യമങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു, എന്താണ് പ്രശ്നം, ഏത് നിയമമാണ് പിൻവലിക്കേണ്ടത്? ഈ 3 നിയമം ഇന്ന് വന്നത്, ഇപ്പം ഈ നിയമത്തിൽ ഏത് ഭാഗമാണ് പിൻവലിക്കേണ്ടത്? ഞാൻ നിങ്ങൾ സംസാരിച്ചിട്ടില്ല. നിങ്ങളല്ല ആങ്കർ, ഓക്കെ? അപ്പൊ അനങ്ങാണ്ട് കുറച്ചു നേരം ഇരിക്കണം. ഈ നിയമം 3 ഞാൻ അജിംസിനോടാണ് പറഞ്ഞത്. അജിംസിനോടാണ് പറഞ്ഞത്. അജിംസ് അദ്ദേഹം നിർത്തിയോ? എന്നാ ഞാൻ സംസാരിക്കാൻ തുടങ്ങാം. അപ്പം ഈ 3 നിയമം പിൻവലിക്കണം. അപ്പൊ രാഹുൽജി ക്ലിയർലി പറഞ്ഞല്ലോ, ഒന്നിൽ ഹോർഡിംഗ് ആയിട്ട് അവര് ഇങ്ങനെ അധികം വാങ്ങി വെക്കും. അപ്പൊ ഞങ്ങളെ പ്രൈസസ് എല്ലാം കൂടും. അവർക്ക് കർഷകർക്ക് പ്രൈസ് കിട്ടൂല, അവർക്ക് കിട്ടേണ്ട പ്രൈസ് കിട്ടൂല. പിന്നെ MSP APMC നമുക്കറിയാം. APMC പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടൊരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞ ഒരു ഉദാഹരണമാണ് ബീഹാർ. 2005 അവരവിടെ APMC അവിടെ ഇല്ല, അത് നിർത്തി APMC ബീഹാറിൽ. അവർ പറഞ്ഞു അതിന്റെ ശേഷം പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് വരും. പക്ഷെ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സും അവിടെ വന്നിട്ടില്ല. അവിടെ അവർക്ക് ഇപ്പം 1800 ഒരു ക്വിന്റലിന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് താടിക്ക് അവിടെ കിട്ടുന്നത് 800 രൂപ. ഓക്കെ, അപ്പൊ ഈ ഇവിടുന്ന് പഞ്ചാബില് കർഷകർ എടുത്തിട്ട് പഞ്ചാബിൽ കൊണ്ടുപോയിട്ട് അവിടെ ഈ മിഡിൽ ട്രേഡേഴ്സ് പഞ്ചാബിൽ കൊണ്ടുപോയിട്ട് അവിടെയാണ് വിൽക്കുന്നത്. അതൊന്ന്. പിന്നെ വേറൊന്ന് പറഞ്ഞാൽ 2011 അവരൊരു ഇത് ചെയ്തു, അവിടെ ഒരു സെൻസസ് ചെയ്ത ഒരു ഇത് ചെയ്തവരെ അവർ കണ്ടുപിടിച്ചെന്നാണ് 80% പബ്ലിക് പ്രൊക്യൂർമെന്റ് സെന്റേഴ്സ് പൂട്ടിയിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകണം, ഈ MSP പബ്ലിക് പ്രൊക്യൂർമെന്റ് എല്ലാം ഒരു PDS സിസ്റ്റമിന്റെ ഒരു ഇതാണ്. PDS സിസ്റ്റമാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2011 നമ്മൾ കൊണ്ടുവന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. ആ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമിൽ വരുന്ന ഈ പബ്ലിക് പ്രൊക്യൂർമെന്റും ഈ MSP എല്ലാം വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം ഒന്ന് കണക്റ്റഡ് ആണ്. ഈ APMC അതിൻ്റെ ഒക്കെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് പബ്ലിക് പ്രൊക്യൂർമെന്റ് അവിടെ കംപ്ലീറ്റ്ലി 80% കുറഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ സർക്കാർ ആരും ഇവരുടെ അടുത്ത് ഈ കർഷകരുടെ അടുത്ത് അരിയും മറ്റേ വീറ്റും വാങ്ങുന്നില്ല. അപ്പം അതുകൊണ്ടാണ് അത് വേറൊരു കാര്യം. അപ്പം ഇവര് പറയാ APMC പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം, ഇതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം രാഹുൽജി പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു കോർട്ടിൽ പോകാൻ പറ്റില്ല, മാജിസ്ട്രേറ്റ് ആണ് ഇത് ഇതാക്കേണ്ടതെന്ന്. അപ്പം ഇതിൽ എന്താ മുഖ്യ കാര്യം എന്ന് പറഞ്ഞാൽ, 2011 നരേന്ദ്രമോദി കൺസ്യൂമർ അഫയേഴ്സ് ഗ്രൂപ്പിന്റെ ഹെഡായിരുന്നു. അന്നേരം ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജിക്ക്. ആ റിപ്പോർട്ടിൽ ഇതേ ഇപ്പോഴുള്ള പ്രധാനമന്ത്രി അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഗുജറാത്തിന്. അദ്ദേഹം പറഞ്ഞു MSP ഒരു നിയമമാണോ, സ്റ്റാറ്റ്യൂട്ടറി ആണോ, എന്നിട്ട് കർഷകർക്ക് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അതൊരു ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിൽ നമ്മൾ ഇടണമെന്ന്. കണ്ടോ, ഫാസ്റ്റ് ട്രാക്ക്. അപ്പം ഇദ്ദേഹം എത്ര മാറി. ഞങ്ങളെ നേരത്തെ ഇവര് പല ആരോപണം ഇടും, പക്ഷെ ഇദ്ദേഹം ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ സർക്കാരിൽ വന്നേരം അത് മറന്നു. അതാണ് ഒരു വലിയ മുഖ്യ കാര്യം അത്. അപ്പം ഈ 3 ഇതും നമ്മൾ പിൻവലിക്കണം. പിന്നെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ അന്ന് നടന്ന കാര്യങ്ങൾ ആ 26 ഇതിൽ ഏറ്റവും അധികം ബലം കിട്ടാൻ എന്ന് പറഞ്ഞാൽ, ഏറ്റവും അധികം ഇതിന് എന്താ ആ വാക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഏറ്റവും അധികം ഇതിന്റെ ഇമേജിന് ഏറ്റവും വലിയ കാര്യം കിട്ടാന്ന് പറഞ്ഞാൽ BJPക്ക്. വേറെ എതിർപക്ഷത്തിനൊന്നുമില്ല, കർഷകർക്കും ഒന്നും കിട്ടൂല. ബിക്കോസ് BJPക്ക് ഇത് എങ്ങനെയെങ്കിലും ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇത് അവർക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യണം. ഈ കർഷകളെ സമരം കുറെ നാൾ അവര് പ്രദർശനം ചെയ്യുന്നത് അത് എങ്ങനെയാ ചെയ്യാന്ന് അവര് വിചാരിച്ചേരം അവരെന്താക്കി, ഒരു ദീപ് സിദ്ധു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അവിടെ വിട്ടു. അപ്പം അവര് രാത്രി, ഞാൻ കുറെ കർഷകരോട് സംസാരിച്ചു, അവരെ നേതാക്കളോട് സംസാരിച്ചു. ഈ പോലീസ് റൂട്ട് അന്ന് 25 രാത്രി അന്ന് കൺഫേം ചെയ്തത്. അപ്പം നോക്ക് നിങ്ങൾ, ഇപ്പൊ ഒരു 3 മണിക്ക് അവര് പറഞ്ഞ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെല്ലാം ചെയ്യാൻ പറ്റും, ഏത് റൂട്ടിലാ പോകേണ്ടതെന്നെല്ലാം ഡിസൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ചെയ്തത് 25 രാത്രി. അപ്പൊ 25 രാത്രി അവർ ചെയ്തതിന്റെ ശേഷം കുറച്ചൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി. പക്ഷെ അവർ എന്നിട്ടും കറക്റ്റ് റൂട്ടിൽ പോയി. പക്ഷെ കറക്റ്റ് റൂട്ടിൽ പോയപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു, DTDC ബസ് എന്തിനാ അവർ ബ്ലോക്ക് ചെയ്യാൻ വെച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല.
കറക്റ്റ് റൂട്ടിൽ പോകുമ്പോൾ ആദ്യം പോലീസ് ലാത്തി ചാർജ് ചെയ്തു, ടിയർ ഗ്യാസ് ചെയ്തു. എന്താണെന്നറിയാം, അവർക്കറിയാം ഈ കർഷകരെ അവർ ഇൻസൈറ്റ് ചെയ്താൽ അവർക്ക് ദേഷ്യമുണ്ടാവും. എന്തുകൊണ്ടാണ് അവര് 70 ദിവസത്തിന്റെ അധികമായി അവിടെ കിടക്കുന്ന തണുപ്പില് അവർക്കറിയാം ഇവരെ ഉള്ളിൽ ദേഷ്യമുണ്ട്. അപ്പൊ അവർ ഇൻസൈറ്റ് ചെയ്തതാ ഈ BJP സർക്കാർ. ഈ ഡൽഹി പോലീസ് ആരുടെ അടിയിലാണ്? അമിത്ഷായുടെ അടിയിൽ. അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൽ ആദ്യം രാജിവെക്കേണ്ട അമിത്ഷാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെ ഇവര് ഇതിന്റെ അകത്ത് കയറി റെഡ് ഫോർട്ടിന്റെ അകത്ത്, ഒരു മിനിറ്റ്, ഒരു 2 മിനിറ്റും കൂടി, എങ്ങനെ റെഡ് ഫോർട്ടിന്റെ അകത്ത് കയറി? ഒന്ന്, ഈ പോലീസുകാർ അവര് അത് സംയമനം പാലിച്ചതാണെന്നാണ് പറയുന്നത്. അല്ല, അവർ കയറിയപ്പോൾ സംയമനം പാലിച്ചതാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ഒരു സെക്കൻഡ് കൂടി. ഈ പോലീസുകാർ അവര് 26-ന് ട്രാക്ടർ റാലി അലൗ ചെയ്യും, അവർക്ക് ചെയ്യാൻ വിടൂന്ന് പറയുന്ന ആ ദിവസം പോലീസുകാർ പറഞ്ഞിരിക്കുക നിങ്ങൾ വിടരുത്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ട് അമിത്ഷാ ഇത് കേട്ടില്ല? എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? അമിത്ഷാക്ക് ഇത് വേണം. ഇത് ആയാൽ അവർക്ക് പറയാ ഈ കർഷകർ വയലൻസ് ചെയ്തു, ആക്രമണം ചെയ്തു, പോലീസ് ഇത് ചെയ്തു, അത് ചെയ്തു, എന്നിട്ട് അവരെ ആൾക്കാരെ വിടാം. ഇപ്പൊ ഇന്നേനെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ മാസ്ക് ഇട്ട ആൾക്കാർ JNUവിൽ പോയാൽ കുറെ മാസ്ക് ഇട്ട ആൾക്കാരിന് കല്ലെറിയുന്നു ഇവിടെ പോലീസിനും പല. അപ്പൊ എനിക്ക് പറയൂ അത് കർഷകരാണ്. JNUവിൽ നടന്ന എക്സാക്ട് ആയിട്ടുള്ള കാര്യം നടപടി എടുത്തിട്ടില്ല ഇതുവരെ. അപ്പൊ ഇതിന് ഏറ്റവും വലിയ ആള് രാജിവെക്കേണ്ടതെന്ന് പറഞ്ഞാൽ അമിത്ഷാ. രാജേഷ്, BJP ഇവിടെ ആരോപിക്കുന്നത് സമരം പൊളിഞ്ഞിരിക്കുന്നു, പല സംഘടനകളും അതിൽ നിന്ന് പിന്മാറുന്നു, നാട്ടുകാരുടെ ഇടയിലുള്ള സപ്പോർട്ട് സമരക്കാർക്ക് കർഷകർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അവർക്കിടയിൽ ഇതെല്ലാം കൺഫ്യൂഷൻ ആയിരിക്കുന്നു, സമരം ഇനി മുന്നോട്ട് പോകില്ല എന്ന ആത്മവിശ്വാസമാണ് BJP നേതാവ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. BJPയുടെ സമരം പൊളിക്കാനുള്ള കുതന്ത്രം വിജയിച്ചു എന്ന തെറ്റായ ധാരണയിലാണ്, വ്യാമോഹത്തിലാണ് അവരുള്ളത്. അവർ ഈ കുതന്ത്രത്തിൻ്റെ വിദഗ്ധരാണ്. പക്ഷേ ഒരിക്കൽ ചക്ക വീണപ്പോൾ മുയൽ ചത്തു എന്ന് കരുതി എപ്പോഴും അതുണ്ടാവുമെന്ന് വിചാരിക്കരുത്. പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളെ ഇങ്ങനെയാണല്ലോ അവർ അടിച്ചമർത്തിയത്. അവർ തന്നെ അക്രമം നടത്തി. ഗോലി മാരോ സാലോങ്കോ എന്ന് മുദ്രാവാക്യം ഓർമ്മയില്ലേ? അനുരാഗ് താക്കൂറും കപിൽ മിശ്രയും ഉയർത്തിയത്. അതിന്റെ തൊട്ട് പിന്നാലെയല്ലേ ജാമ്യയിലെ കുട്ടികൾക്ക് നേരെ വെടിവെപ്പുണ്ടായത്? 3 തവണയല്ലേ ആ ഗ്യാങ്. അതാ ഞാൻ പറഞ്ഞത്, ഗോലിമാരോ സാലോങ്കോ ഗ്യാങ്ങിനെയാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അത് അവരുടെ സംഘമാണ്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നുഴഞ്ഞു കയറി അക്രമം നടത്താനുള്ള സംഘമാണ്. ആ സംഘത്തെ അവർ വീണ്ടും രംഗത്തിറക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കൽ ചക്ക വീണപ്പോൾ മുയൽ ചത്തെന്ന് കരുതി എപ്പോഴും അങ്ങനെ ഉണ്ടാവും എന്ന് കരുതരുത് എന്നത്. ഈ ജാമ്യയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടയിൽ പോലീസ് തന്നെ ബസ് കത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതല്ലേ? പെട്രോൾ ഒഴിച്ച് ബസ് കത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതല്ലേ? അപ്പോൾ സമാനമായിട്ടുള്ള അട്ടിമറി ശ്രമമാണ്, കുതന്ത്രമാണ് ഈ കർഷക സമരത്തിനെതിരെ പ്രയോഗിച്ചത്. കർഷക സമരം നാൾക്ക് നാൾ കരുത്താർജിക്കുന്നതും ജനങ്ങളുടെ പിന്തുണ കൈവരിക്കുന്നതും അവരെ ഭയവിഹ്വലരാക്കി. അവർക്കറിയാവുന്ന പണി ഇതാണ്. ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, അട്ടിമറി നടത്തുക എന്നതാണ്. ഗൂഢാലോചന, ഗൂഢനീക്കങ്ങളുടെ ആളുകളാണല്ലോ ഇവരെ. നോക്കൂ, അല്ലെങ്കിൽ ITOയിലും ദിൽഷാദ് ഗാർഡനിലുമൊക്കെ ക്രൂരമായി പ്രക്ഷോഭകരെ തല്ലിച്ചതച്ച ഡൽഹി പോലീസ് എന്തേ ചെങ്കോട്ടയിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ കാഴ്ചക്കാരായി കയ്യും കെട്ടി നിന്നത്? അത് എന്താ എന്തുകൊണ്ട് ചെങ്കോട്ടയിൽ സംയമനം, ദിൽഷാദ് ഗാർഡനിലും ITOയിലും ആരാണ് നിർദ്ദേശം കൊടുത്തത്? രാജേഷ്, നിങ്ങൾ ആഗ്രഹിച്ചത് വെടിവെപ്പായിരുന്നു. ഇതാരാണെന്ന് എനിക്ക് ഞാൻ ഒരു ചർച്ചയുടെ മര്യാദ ലംഘിക്കുന്ന അക്ഷമ ആരുടേതാണെന്ന് മനസ്സിലായില്ല. ശബ്ദം മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റൂ. ശ്രീ V ഉണ്ണികൃഷ്ണൻ എന്ന് മുതലാണ് ഇങ്ങനെ അക്ഷമ തുടങ്ങിയത്? എനിക്ക് അദ്ദേഹത്തെ വിദ്യാർത്ഥി കാലം മുതലൊക്കെ അറിയാം. ആ ഉണ്ണികൃഷ്ണൻ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വളരെ അക്ഷമനായി മാറിയത് എനിക്ക് തോന്നുന്നു BJPക്ക് എതിരായിട്ട് വരുന്ന ജനവികാരമായിരിക്കണം അദ്ദേഹത്തെ അങ്ങനെ മാറ്റിയിട്ടുണ്ടാവുക. അതെ, താങ്കൾ പണ്ട് വല്ല സഹിഷ്ണുതയും ക്ഷമയൊക്കെയുള്ള ആളായിരുന്നു. എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞത്, ആരാണ് നിർദ്ദേശം കൊടുത്തത്? ചെങ്കോട്ടയിൽ അനങ്ങണ്ട, അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്യട്ടെ.
അവർ കയറട്ടെ, അവരെ പ്രവേശിപ്പിച്ചോളൂ, അവർ നമ്മുടെ ആളുകളാണ് എന്ന നിർദ്ദേശം കൊടുത്തത് കൊണ്ടല്ലേ പോലീസ് അങ്ങനെ പെരുമാറിയത്. അല്ലാതെ ഒരേ ഡൽഹി പോലീസല്ലേ, അല്ലാണ്ട് ചെങ്കോട്ടയിൽ കേരള പോലീസിനെ ഒന്നല്ലല്ലോ കൊണ്ട് നിർത്തിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്ഷേപം പറയാൻ, അല്ലല്ലോ. ഡൽഹി പോലീസ് തന്നെയാണല്ലോ ചെങ്കോട്ടയിലും തൊട്ടപ്പുറത്ത് ഏതാനും കിലോമീറ്ററുകൾ മാത്രം ഇപ്പുറത്തുള്ള ITOയിലും ദിൽഷാദ് ഗാർഡനിലും ഒക്കെ ഉണ്ടായിരുന്നത്. ഒരു സ്ഥലത്ത് വളരെ മാരകമായിട്ട് ആക്രമിക്കുന്നു, മറുഭാഗത്ത് മിണ്ടാപ്പൂച്ചകളെപ്പോലെ ഡൽഹി പോലീസ് നിൽക്കുന്നു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം? ദീപ് സിദ്ധു നമ്മുടെ ആളാണ് എന്ന് ചെങ്കോട്ടയിലെ ഉദ്യോഗസ്ഥർക്ക് ആരാ വിവരം കൊടുത്തത്? ദീപ് സിദ്ധു മോദിയുടെയും അമിത്ഷായുടെയും അടുത്ത ആളാണ്. ദീപ് സിദ്ധു സണ്ണി ഡിയോളിൻ്റെ മുഖ്യ പ്രചാരകനായിരുന്ന ആളാണ്. ഈ ദീപ് സിദ്ധുവിനെ കർഷക സംഘടനകൾ ഡിസംബർ 3-ാം തീയതി വിലക്കിയതാണ്. ഈ പരിസരത്ത് അടുപ്പിക്കരുതെന്ന് പറഞ്ഞതാണ്. ദ പ്രിൻ്റ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ഇയാളുടെ ഉദ്ദേശം സംശയാസ്പദമാണെന്നും ഇയാൾ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നയാളാണെന്നും അതുകൊണ്ട് ഇയാളെ ഒരു വേദിയിലും പ്രസംഗിപ്പിക്കരുത് എന്നും പരസ്യമായിട്ട് സംയുക്ത കിസാൻ മോർച്ച പ്രഖ്യാപിച്ചതാണ് എന്നോർക്കണം. അയാളാണ് ഇവിടെ വന്നിട്ട് ഈ പതാക ഉയർത്തുന്നത്. അതും പതാക ആദ്യം ദേശീയ പതാക കൊടുത്തപ്പോൾ അത് ഉപേക്ഷിച്ച് ഈ നിഷാൻ സാഹിബ് എന്ന് പറയുന്ന സിഖ് പതാക തന്നെ ഉയർത്തുന്നു. ലക്ഷ്യം വളരെ വ്യക്തമാണ്. അമിത്ഷായുടെയും മോദിയുടെയും ഉറ്റ സുഹൃത്തായിട്ടുള്ള ദീപ് സിദ്ധു നേരിട്ട് നടത്തിയ ഓപ്പറേഷനാണിത്. അതിനുവേണ്ടി ഡൽഹി പോലീസ് എല്ലാ സൗകര്യവും ചെങ്കോട്ടയിൽ ഒരുക്കി കൊടുത്തു. മര്യാദരാമന്മാരും മിണ്ടാപ്പൂച്ചകളുമായി കയ്യും കെട്ടി നോക്കി നിന്ന് കൊടുത്തു. ഇത് ആർക്കാ മനസ്സിലാവാത്തത്? ജനങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. ആ സംഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സമരരംഗത്തെ അക്രമികൾ തുറന്നു കാട്ടപ്പെട്ടു. അവരിലെല്ലാവരെയും തീവ്രവാദികൾ എന്ന് വിളിക്കുന്നില്ല എന്നാണ് BJP പറയുന്നത്. അവരെല്ലാവരും തീവ്രവാദികളല്ല, പക്ഷേ അക്രമം കാണിച്ചവരൊക്കെ തീവ്രവാദികളാണ്. അതുകൊണ്ട് സമരത്തിൻ്റെ ദിശ തെറ്റി, സമരം തോൽക്കാൻ തുടങ്ങി, സമരത്തിൽ ഭിന്നതയുണ്ടായി, അവർ ആശയക്കുഴപ്പത്തിലാണെന്നാണ് BJPയുടെ വാദം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇന്ന് നിങ്ങൾക്ക് ആ വിഷ്വൽ കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരു പടം കാണുകയുണ്ടായി മുസാഫർ നഗറിൽ. മുസാഫർ നഗർ എന്ന് പറഞ്ഞാൽ UP-യിലാണ്, ആദിത്യനാഥിൻ്റെ UP-യിലാണ്. മുസാഫർ നഗറിൽ കിസാൻ മഹാപഞ്ചായത്തിൻ്റെ ഒരു ദൃശ്യം കാണുകയുണ്ടായി. നിങ്ങൾ കയ്യിൽ ആ ദൃശ്യമുണ്ടെങ്കിൽ ഒന്ന് കാണിക്കൂ. സമരം പരാജയപ്പെട്ടു എന്നാണല്ലോ പറഞ്ഞത്. ഇതെല്ലാം ഉണ്ടായിട്ട് ഇന്ന് ഈ 29-ാം തീയതി 10,000-കണക്കിന് ആളുകളാണ് ആദിത്യനാഥിൻ്റെ UP-യിൽ ഈ കൊടും തണുപ്പത്ത് കിസാൻ മഹാപഞ്ചായത്തിൽ അണിനിരന്നിട്ടുള്ളത് എന്ന് കാണണം. അപ്പോൾ അതെല്ലാം അവരുടെ വ്യാമോഹമാണ്. സമരം തോൽക്കും, ഗോലിമാരോ സാലോങ്കോ സംഘത്തെ ഇറക്കിയാൽ പൊളിക്കാവുന്നൊരു സമരമാണിത് എന്നെല്ലാം അവർ കരുതുകയാണ്. ഒരു സമരവും പരാജയപ്പെടുന്നില്ല എന്നവർ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കൃഷിക്കാരൻ്റെ സമരം, ചമ്പാരൻ മുതലുള്ള കർഷക സമരങ്ങളുടെ ചരിത്രമുള്ള നാടാണ് ഈ രാജ്യം. ശരി എംപിരാജ്, മടങ്ങി വരാം താങ്കളിലേക്ക്. ഒരു നിമിഷം ക്ഷമ, ഞാൻ ഒരു നിമിഷം ആനന്ദ് കൊച്ചുകൂടിയോട് പോയിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ MP രാജേഷ് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇന്ന് UP-യിലെ മുസഫർ നഗറിൽ നടന്ന കിസാൻ മഹാപഞ്ചായത്ത്, അതിൽ 10,000 അണിനിരന്ന ഡ്രോൺ വിഷ്വലുകൾ ഇന്ന് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ കണ്ട ജനബാഹുല്യത്തിനൊരു കാരണമുണ്ട് ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അത് ഇന്നലെ രാത്രി രാകേഷ് ടിക്കായത്ത്, ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്ത് നടത്തിയ ഒരു കണ്ണീർ പ്രഭാഷണമാണ്. അദ്ദേഹം പറഞ്ഞു, സർക്കാർ ഞങ്ങളെ വഞ്ചിക്കുന്നു, സർക്കാർ ഈ സമരത്തെ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നു, മരിച്ചാലും ഞാനിവിടെ നിന്ന് മാറില്ല എന്ന് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചു. അതിൻ്റെ അനുരണനമാണ് ഇന്ന് കിസാൻ മഹാപഞ്ചായത്തിൽ കണ്ടത്. യഥാർത്ഥത്തിൽ പഞ്ചാബിൽ നിന്നുള്ള കർഷകരെ മറ്റ് പേരുകൾ വിളിച്ച് ടാർണിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടും UP-യിൽ കർഷകർ വീണ്ടും ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ കേന്ദ്രത്തെ വെട്ടിലാക്കുന്നുണ്ടോ? രണ്ട് ദിവസത്തിൽ നടന്ന ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റും അത് തന്നെയാണ്. ഈ ചെങ്കോട്ടയിലെ നടന്ന ഈ അക്രമ സംഭവങ്ങൾ, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മൊത്തം സമരത്തെയും അത് ഒരു ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ഉള്ള രീതിയിൽ, ചാപ്പയടിക്കാനുള്ള രീതിയിൽ BJP നടത്തിക്കൊണ്ടിരുന്ന ശ്രമം ഒരു ചെറിയ തോതിൽ വിജയിച്ചു എന്ന് നമ്മൾ കണ്ടപ്പോൾ, അതിൻ്റെ പാരലലായിട്ട് ഈ വളരെ കുറച്ച് ആൾക്കാർ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഗാസിപ്പൂർ ബോർഡറിൽ, അതായത് UP-യും ഡൽഹിയുമായിട്ടുള്ള ബോർഡറാണ് ഗാസിപ്പൂർ ബോർഡർ. അവിടെ ശരിക്കും ആൾക്കാരുടെ എന്ന് വെച്ചാൽ കർഷകരുടെ പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു. അവിടെ സിംഘു അതിർത്തിയോ അല്ലെങ്കിൽ ടിക്രി അതിർത്തിയോ കമ്പയർ ചെയ്താൽ വളരെ കുറച്ച് പാർട്ടിസിപ്പേഷനേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ചെങ്കോട്ടയിലെ ഈ നടന്ന സംഭവങ്ങൾക്ക് ശേഷം പിന്നെ കഴിഞ്ഞ ദിവസം ടിക്കായത്തിനെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റാൻ UP-യിലെ യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് ശ്രമിച്ചതിന് ശേഷം ഇന്ന് ഇപ്പോൾ UP-യിൽ കണ്ട കാഴ്ച
BJP സർക്കാരിനെ പരിഭ്രമിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ 2009 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ പശ്ചിമ ഉത്തർപ്രദേശ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മഹാപഞ്ചായത്ത് നടക്കുന്ന മുസഫർ നഗറാണ് പശ്ചിമ ഉത്തർപ്രദേശ്, ദില്ലിയുമായി അതിർത്തി പങ്കിടുന്ന വെസ്റ്റേൺ UP. അവിടെ 2009 തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസും അജിത് സിംഗിൻ്റെ പാർട്ടിയും രാഷ്ട്രീയ ലോക്ദളും ഒക്കെ വളരെ നന്നായി പെർഫോം ചെയ്യുന്നു. സമാജ്വാദി പാർട്ടിയുണ്ട്, ബഹുജൻ സമാജ് പാർട്ടിയുണ്ട്. പക്ഷേ 2013 മുസഫർ നഗർ കലാപം നടക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ജാട്ട്, ഗുജ്ജർ കമ്മ്യൂണിറ്റികൾ മൊത്തമായി BJPയിലേക്ക് ചുവടുവെക്കുന്ന അല്ലെങ്കിൽ കാല് മാറുന്ന ഒരു കാഴ്ചയാണ് അതിലൂടെ നമ്മൾ കാണുന്നത്. അവരുടെ തന്നെ ജാട്ടുമാരുടെ തന്നെ സ്വന്തം പണിക്കാരായ മുസ്ലിങ്ങളെ പോലും അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ അവിടെ കലാപമുണ്ടാക്കി BJP. ആ ഒരു ചെറിയൊരു സ്പാർക്കിൽ നിന്ന് വലിയൊരു കലാപം. ഇതുപോലെയുള്ള മഹാപഞ്ചായത്തുകൾ അന്ന് വിളിച്ചു കൂട്ടിയത് മുസ്ലിങ്ങളെ കൊല്ലാനുള്ള ആഹ്വാനങ്ങളുമായിട്ടൊക്കെയാണ്. പക്ഷേ അതേ ജാട്ടുകൾ ഇന്ന് അവിടെ മഹാപഞ്ചായത്ത് കൂടിയത് BJPക്കെതിരായിട്ടാണ്. കഴിഞ്ഞ 7 വർഷമായി അവിടെ നിന്നിരുന്ന ഒരു വർഗീയമായ ചേരിതിരിവുണ്ടാക്കിയ BJP ഉണ്ടാക്കിയ ഒരു വർഗീയമായ ചേരിതിരിവുണ്ട്. അത് ആദ്യമായിട്ട് അവിടെ ഉണ്ടായതാണ്. അവിടെ വർഷങ്ങളായി എന്ന് വെച്ചാൽ അവിടെ 50 സ്വാതന്ത്ര്യത്തിന് ശേഷം അതുപോലെയുള്ള ഒരു വർഗീയത അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ BJP അവിടെ വർഗീയമായി അവിടെ വളരെ അനുപാതത്തിൽ, ജനസംഖ്യയുടെ അനുപാതത്തിൽ വളരെ കൂടുതലുള്ള മുസ്ലിങ്ങളും അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതലുള്ള അവിടെ പലയിടത്തും പല കോൺസ്റ്റിറ്റ്യുവൻസികളിലും 30 to 40% മുസ്ലിംസ് ഉണ്ട് വെസ്റ്റേൺ UPയിൽ. അവരെ ഈ തെറ്റിക്കാനും BJPയുടെ വോട്ട് ബാങ്കായി ഒറ്റ രാത്രി കൊണ്ട് BJPയുടെ വോട്ട് ബാങ്കായി മാറിയ അവിടുത്തെ ജാട്ടുകളെയൊക്കെ ഇന്ന് നമ്മൾ കാണുന്നത് BJPക്കെതിരായി അവിടെ ഒരു മഹാപഞ്ചായത്തിൽ അണിനിരക്കുന്നതാണ്. ആ ഒരു കാഴ്ച അമിത്ഷായുടെ ഈ പ്ലേബുക്കിൽ നടന്ന അമിത്ഷായുടെ പ്ലേബുക്കിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് JNUവിലും അല്ലെങ്കിൽ ജാമ്യയിലും ഒക്കെ സമരത്തെ അടിച്ചമർത്തുന്ന അതേ രീതിയിലുള്ള ചെങ്കോട്ട ഓപ്പറേഷൻ, ആ ഒരു ഓപ്പറേഷൻ്റെ പശ്ചാത്തലത്തിൽ അമിത്ഷാ വിചാരിച്ച് കാണും ഈ സമരത്തെയും ഞങ്ങൾ ചാപ്പയടിച്ച് ഈ സമരത്തെയും തകർക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന്. പക്ഷേ ഇന്നത്തെ മുസഫർ നഗറിൽ ഉള്ള ഈ രാജേഷ് പറഞ്ഞ ആ ഒരു കാഴ്ച അമിത്ഷായെ പരിഭ്രമിപ്പിച്ച് കാണും. അതുമാത്രമല്ല UPയുടെ ഇപ്പോൾ BJPയുടെ തന്നെ അടുത്ത മഹാനേതാവായി കണക്കാക്കപ്പെടുന്ന ശ്രീ ആദിത്യനാഥ്, അവിടുത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തെയും പരിഭ്രമിപ്പിച്ച് കാണും. കാരണം ഈ കർഷകരെ ഒരു ബാക്കി ദേശദ്രോഹികളായിട്ട് ചിത്രീകരിക്കാൻ ഇവർ എത്രയൊക്കെ ശ്രമിച്ചാലും അതിന് വലിയ കറൻസി ഒന്നും കിട്ടില്ല. ഇന്ന് 150 പേരോ 200 പേരോ അവിടെ മുഹമ്മൂടിയൊക്കെ ഇട്ട് വന്ന് സിംഗു ബോർഡറിൽ കർഷകരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. BJPയുടെ തന്നെ പ്രവർത്തകരാകാനാണ് സാധ്യത, അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനയിലെ ആൾക്കാർ, അല്ലെങ്കിൽ BJP അനുഭാവികൾ, ഇവരൊക്കെ ആകാനാണ് സാധ്യത. നമ്മൾ മുമ്പ് JNUവിൽ ഒരു കോമൾ ശർമ്മ ഒരു മുഖംമൂടിയൊക്കെ ഇട്ട് BJPയുടെ തന്നെ കോമൾ ശർമ്മയെ ശ്രീ V ഉണ്ണികൃഷ്ണന് അറിയാമായിരിക്കും. അപ്പോൾ ആ കോമൾ ശർമ്മ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവർ അബ്സ്കോണ്ടിങ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുപോലെയുള്ള കുറേ BJP പ്രവർത്തകർ ഇന്ന് വന്ന് സിംഗു അതിർത്തിയിൽ കർഷകരെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കി. ദില്ലി പോലീസ് അതിന് അഷർ ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ആനയിച്ച് അവരെ കൊണ്ടുവരാൻ സിംഗു അതിർത്തിയിൽ വന്ന 150 പേരുണ്ടല്ലോ, ആ 150 പേർക്ക് ഗാസിപ്പൂരിൽ ടിക്കായത്തിരിക്കുന്നിടത്തേക്ക് ചെല്ലാനുള്ള ധൈര്യം ഉണ്ടാകുമോ? അതാണ് ചോദ്യം. അവർക്ക് ഇനിയിപ്പോൾ ഗാസിപ്പൂറിൽ ശരിക്കും അവിടെ ഈ UP ഗവൺമെൻറ്റിന് മുമ്പ് വേണമെങ്കിൽ എന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിന് മുമ്പ് വേണമെങ്കിൽ അവിടുത്തെ പ്രൊട്ടസ്റ്റ് വളരെ ഫീബിളായിരുന്നു. അവിടുത്തെ പ്രൊട്ടസ്റ്റ് ഇത്രയും സ്ട്രോങ് ആയിരുന്നില്ല. സിംഗു അതിർത്തിയിൽ 13 കിലോമീറ്റർ അവിടെ അത്രയും നീണ്ട ഒരു ജനക്കൂട്ടവും അത്രയും വലിയ 1000-10,000 ജനക്കൂട്ടം ഉണ്ടായിരുന്നിടത്ത് ഗാസിപ്പൂറിൽ വെറും 500-1000 കർഷകരാണ് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നത്. അത് വേണമെങ്കിൽ BJPക്ക് ഇതിനു മുമ്പേ പോയി ചിലപ്പോൾ അത് തകർക്കാൻ കഴിഞ്ഞേനെ. പക്ഷേ അവർ ഇന്ന് ശ്രമിച്ചത് സിംഗുവിൽ ഇത് ശ്രമിക്കാനാണ് നോക്കിയത്. ഇനിയിപ്പോൾ മുസഫർ നഗറിലെ ഈ മഹാപഞ്ചായത്തിന് ശേഷം ഗാസിപ്പൂറിലേക്ക് ലക്ഷങ്ങൾ അല്ലെങ്കിൽ 1000-10,000 ഒഴുകാനാണ് സാധ്യത. ഗാസിപ്പൂറിൽ സിംഗുവിനേക്കാൾ വലിയ ശ്രീ ഉണ്ണികൃഷ്ണൻ, നിങ്ങൾ ഖലിസ്ഥാനികളെന്നും തീവ്രവാദികളെന്നും ഖലിസ്ഥാൻ പതാക ഉയർത്തിയവരെന്നും പഞ്ചാബിൽ നിന്നുള്ള കർഷകരെ വിളിച്ചു. പക്ഷേ ടിക്കായത്തിൻ്റെ അടുത്ത് ആ നമ്പർ ചെലവാകില്ല ശ്രീ ഉണ്ണികൃഷ്ണൻ. കാരണം ടിക്കായത്ത് 2013 മുതൽ നിങ്ങൾ വോട്ട് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ പാർട്ടിയുടെ പിന്തുണയ്ക്കുന്നവരാണ്.
ഈ 2019 തെരഞ്ഞെടുപ്പിലും നിങ്ങളോടൊപ്പം നിന്നയാളാണ് ടിക്കായത്ത്. ആ ടിക്കായത്ത് ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിൻ്റെ കീഴിലൊരു വലിയ സമുദായമുണ്ട്, പശ്ചിമ യു പിയിലെ ജാട്ട് വിഭാഗം. അത് അമിത്ഷായുടെ ഈ ചാണക്യതന്ത്രത്തിൽ വരാത്തൊരു കാര്യമാണ്. സമരം നിങ്ങൾ പറഞ്ഞതുപോലെ പതറുകയോ പിന്മാറുകയോ അല്ല, സമരം അതിൻ്റെ ദിശ മാറുകയാണ്. അത് ടാക്കിൾ ചെയ്യാൻ അമിത്ഷായ്ക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? രജിംസെ, ഈ സമരത്തിൽ കർഷകരെ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട്. സിഖുകാർക്ക് ഞങ്ങൾ എതിരല്ല. ഞങ്ങൾ സിഖുകാർക്കെതിരാണ് എന്ന രീതിയിലുള്ളൊരു വികാരം വിളക്കി വിടുന്നത് ശരിയല്ല. ഞങ്ങൾ എതിർത്തത് എന്തിനാണ്? റിപ്പബ്ലിക് ദിനത്തിൽ ആ സമരത്തിൽ നുഴഞ്ഞു കയറി പോലീസുകാരെ ട്രാക്ടർ ഉപയോഗിച്ച് ആക്രമിച്ച് പോലീസിനെ കൊല്ലാൻ ശ്രമിച്ച് സംയമനം പാലിച്ച പോലീസിനെ തട്ടിമാറ്റിക്കൊണ്ട് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തേണ്ട സ്ഥലത്ത് സിഖ് പതാക ഉയർത്തി രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം കരിദിനമാക്കാൻ പരിശ്രമിച്ച തീവ്രവാദികൾക്കെതിരെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങൾ സിഖുകാർക്കെതിരെ ശരിയല്ല. അവർ കർഷകരല്ല, അവർ നുഴഞ്ഞു കയറിയ ആളുകളാണ്. അത്തരം എലമെന്റ്സിനെ ഞങ്ങൾ നേരത്തെ തുറന്നു കാട്ടിയതാണെന്ന് പറഞ്ഞതാണ്. ഞാൻ ചോദിക്കട്ടെ, അതിൽ പ്രധാനപ്പെട്ട ആൾ താങ്കൾ പറയുന്ന ഏറ്റവും വലിയ കുറ്റം അല്ല, താങ്കൾ പറയുന്ന ഏറ്റവും വലിയ കുറ്റം കൊടിനാട്ടിയതുണ്ടല്ലോ, ദീപ് സിദ്ധു. അദ്ദേഹം നിങ്ങളുടെ ആളാണ്, നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ക്യാമ്പയിനറായിരുന്നു. അമിത്ഷായും പ്രധാനമന്ത്രിയുമായി ബന്ധമുള്ള ആളാണ്. അത് ബിജെപിക്കാരൊന്നല്ല. സണ്ണി ഡിയോളിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയത് ശ്രീ ഉണ്ണികൃഷ്ണൻ. ഞാൻ പറയട്ടെ, സണ്ണി ഡിയോളിന് വേണ്ടി അദ്ദേഹം പ്രചാരണത്തിന് ഇറങ്ങിയത് എന്തിനാണ്? അത് ശരിയല്ല. അല്ലല്ല, ദീപ് സിദ്ധു ധാരാളം എത്ര സിനിമാ നടന്മാരും ആൾക്കാരും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. അവരൊന്നും പാർട്ടി ദീപ് സിദ്ധു പറഞ്ഞിട്ടുണ്ട്, ഐ ആം നോട്ട് എ BJP മാൻ, ഐ എം നോട്ട് എ BJP സപ്പോർട്ടർ എന്ന് ഇന്റർവ്യൂവിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 2 മാസമായി സമരരംഗത്തുണ്ടായിരുന്നു. അദ്ദേഹം BJP പ്രധാനമന്ത്രിയോട് ആരൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരിക്കും? മുഖ്യമന്ത്രിയെ പോലെ ഫോട്ടോന് എടുക്കാൻ വരുന്നവരെ കൈകൊണ്ട് തട്ടി മാറ്റുന്ന പ്രധാനമന്ത്രിയല്ല, ഫോട്ടോ എടുക്കാൻ വരുന്നവരെയൊക്കെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ടാവും, പലരും ഉണ്ടായിരിക്കും. ദീപ് സിന്ധുവിനെ BJP ആയിട്ടോ നിങ്ങൾ ചിത്രീകരിക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ഈ കോൺഗ്രസിനെ പ്രതി ഷമാ മുഹമ്മദ് പറഞ്ഞു. ഷമാ മുഹമ്മദിൻ്റെ പാർട്ടി 2019 പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, 11ാമത്തെ പോയിന്റായിട്ട് വി വിൽ റിപ്പീൽ ദ അഗ്രി പ്രൊഡ്യൂസ് മാർക്കറ്റ് APMC ആക്ട് ആൻഡ് മേക്ക് ട്രേഡ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഇൻക്ലൂഡിംഗ് എക്സ്പോർട്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രേഡ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ ഇത് റിപ്പീൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെ പ്രകടന പത്രികയിലും റിപ്പീൽ ദ മോഡൽ APMC ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കൂട്ടരും ആ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവരുടെ പ്രകടന പത്രികയിൽ ഇത് എടുത്തുകളയെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ സൂചിപ്പിക്കാം, APMC മാത്രമാണെങ്കിൽ നമുക്ക് ഈ തർക്കം ശരിയാവുമായിരുന്നു. പക്ഷേ അവശ്യ വസ്തുക്കൾ ഏതെങ്കിലും 2-3 കമ്പനികൾക്ക് രാജ്യത്ത് പൂഴ്ത്തിവെക്കാൻ ഉതകുന്ന വിധം നിയമനിർമ്മാണം നടത്തി. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ അതിന് ധൈര്യം കാണിക്കുന്നത്. അല്ലല്ല ഞാൻ പറയാം. ഞാൻ പറയാം, കേൾക്കൂ. ഞാൻ പറയുന്നത് 3 പേര് എനിക്കെതിരെ, എൻ്റെ പാർട്ടിക്കെതിരെ സംസാരിച്ച് എനിക്ക് സമയമാണ്. നിങ്ങളും ആ തരത്തിൽ തന്നെയാണ് നിങ്ങൾ എതിർക്കും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സമയം തരണം. ഒരിക്കലും തന്നെ അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും അധികം മിനിമം സപ്പോർട്ട് പ്രൈസ് പാഡിക്ക് നെല്ലിന് കൊടുക്കുന്നത് ഇപ്പോൾ BJP എടുക്കേണ്ട 1868ആണ്. 2009-10 950 ആയിരുന്നു. NDA-യുടെ കാലത്ത് 568 രൂപയാണ് കൂട്ടിയതിട്ടുള്ളത്. അതുപോലെ തന്നെ വീറ്റിൻ്റെ 1080 ആയിരുന്നു, ഇപ്പോൾ 1925 575 രൂപയാണ് കൂട്ടിയിട്ടുള്ളത്. കർഷകരെ ഏറ്റവും അധികം സഹായിക്കുന്ന, കർഷകരെ ഏറ്റവും അധികം താങ്ങുവില നൽകിയിട്ടുള്ള സർക്കാരാണ് BJP-യുടെ ഗവൺമെൻറ്, NDA-യുടെ ഗവൺമെൻറ്. ഇനി നേരത്തെ ഷമാ മുഹമ്മദ് സൂചിപ്പിച്ചു, ഈ നിയമത്തിൽ ഏതിനെയാണ് നിങ്ങൾ എതിർക്കുന്നത്? കൃത്യമായിട്ട് അവർ പറയുന്ന നിയമം മൊത്തം പിൻവലിക്കണം. ഓരോ നിയമങ്ങളും കീറി പരിശോധിച്ച് നിങ്ങൾക്ക് മുന്നിൽ വെക്കാം. ഏതിലാണ് നിങ്ങൾക്ക് എതിർപ്പ്? നിങ്ങൾ പറയൂ, ഞങ്ങൾ 1.5 വർഷത്തേക്ക് മാറ്റി വെക്കാം. പറഞ്ഞല്ലോ, കുറഞ്ഞ താങ്ങുവില നിലനിൽക്കുമെന്ന് എഴുതി നൽകാൻ തയ്യാറാണ്. APMC-ക്ക് പുറത്തുള്ള ചന്തകളിൽ നികുതി ഏർപ്പെടുത്തുവാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകും. ആക്കുമല്ലോ. ഞാൻ ചോദിക്കില്ല, നിയമത്തിൽ ഭേദഗതി വരുത്തുമല്ലോ. നിയമത്തിൽ ഭേദഗതി വരുത്താൻ തയ്യാറാണെന്ന് പറയല്ലോ. ഇത് ചർച്ചയ്ക്ക് നിയമങ്ങൾ പിൻവലിക്കണം. ഒറ്റ വാക്ക് പറയുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ഷമാ മുഹമ്മദ്, കർഷക സമരത്തെ എല്ലാ വിധത്തിലും ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ 2013 നിങ്ങൾ തന്നെ APMC ആക്ട് റിപ്പീൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം വന്നപ്പോൾ ട്രപ്പീസ് കളിക്കുകയാണോ എന്നാണ് ചോദ്യം. കാരണം നിങ്ങളുടെ നേരത്തെ ആവശ്യമാണ് ഇപ്പോൾ BJP നടപ്പാക്കിയതെന്ന് ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു. എനിക്ക് കുറച്ച് സമയം പറയണം. ഈ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഓരോ കള്ളം, ഈ കള്ളം വന്ന് പറയുന്നത് BJPക്ക് ഏറ്റവും അറിയുന്ന കാര്യം. ഞാൻ അതിന്റെ ഓരോ കള്ളത്തിന് ഞാൻ മറുപടി പറഞ്ഞുതരാം.
ഒന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ റിപ്പീൽ ചെയ്യാൻ പറഞ്ഞു അന്ന് ഞങ്ങൾ മറുപടി പറയാം. നിങ്ങൾക്ക് പോയിന്റുകൾക്ക് മറുപടി ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സമയം കൊടുക്കും. എനിക്ക് ആകെ 3 പേർക്കെതിരെ എനിക്ക് തന്ന സമയം എത്രയാ? അവർക്കൊക്കെ ഞാൻ വരാം ഉണ്ണികൃഷ്ണൻ, ഞാൻ താങ്കളിലേക്ക് വരാം ഉണ്ണികൃഷ്ണൻ, പ്ലീസ് ക്ഷമ പറഞ്ഞ് പൂർത്തിയാകട്ടെ. അനങ്ങാണ്ടിരിക്കാൻ പറയണം പ്ലീസ്, ഒരു മര്യാദ ഓക്കെ തുടരൂ പ്ലീസ്. അപ്പൊ എനിക്ക് കുറച്ച് സമയം തരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് അതിന്റെ അപ്പുറത്തെ ലൈൻ ഞങ്ങൾ മര്യാദ പഠിപ്പിക്കാൻ നിൽക്കല്ലേ നിങ്ങളൊന്നും. 5-10 കിലോമീറ്ററിന്റെ ദൂരം ഞങ്ങൾ ചെറിയ APMCs ആക്കണമെന്ന് ഞങ്ങള് ഇതിൽ പറഞ്ഞു. അവരെ കള്ളം ഞാൻ പറഞ്ഞുതരാം. അവര് 2014 മാനിഫെസ്റ്റോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ MSP കോസ്റ്റ് പ്ലസ് 50% കൊടുക്കും, കോസ്റ്റ് പ്ലസ് 50%. പിറ്റേത്തെ കൊല്ലം അറ്റോർണി ജനറൽ അഫിഡവിറ്റ് ഇട്ടു സുപ്രീം കോർട്ടിൽ സർക്കാരിന് വേണ്ടിയിട്ട് 2015 ഞങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റൂല, അതുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്തത്. വാഗ്ദാനങ്ങൾ ചെയ്യും, പക്ഷെ കർഷകർക്ക് ഒന്നും ചെയ്യില്ല. 2017 പാർലമെന്റില് ജെയ്റ്റ്ലി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയത് കൊണ്ടാണ് 2019 വീണ്ടും അധികാരത്തിൽ വന്നത്. സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ശേഷം മറുപടി ചെയ്യാം. ഒരു മര്യാദ കാണിക്കൂ. എന്നിട്ട് അത് അവര് 2017 പാർലമെന്റിൽ പറഞ്ഞ കാര്യം എന്താ? ജെയ്റ്റ്ലി ഞങ്ങൾക്ക് നിങ്ങളെ കർഷകരെ കടം മാപ്പാക്കാൻ പറ്റൂല, പക്ഷെ 2008 കോൺഗ്രസ് പാർട്ടി UPA സർക്കാർ 77 കോടിയാണ് കർഷകരെ മാപ്പാക്കിയത്. ഞങ്ങളെ വാക്ക് വെക്കും. നിങ്ങളെ പോലെ വന്നിട്ട് കള്ളം പറഞ്ഞിട്ട് പോകുന്ന കാര്യമല്ല. പിന്നെ വേറൊരു കള്ളം ഞാൻ കാണിച്ചു തരാം. അവര് പറഞ്ഞു ഞങ്ങൾ ഈ സർക്കാർ അഫിഡവിറ്റ് ഇട്ടു സുപ്രീം കോർട്ടിൽ പറഞ്ഞു ഞങ്ങൾ ചർച്ച ചെയ്തു പല കർഷക നേതാക്കളൊക്കെ ഓപ്പോസിഷൻ പാർട്ടീസിന്റെ ഒക്കെ പല ആൾക്കും ഈ ഓർഡിനൻസ് പ്രൊമ്യൂഗുലേറ്റ് ചെയ്യുന്ന സമയത്ത് ജൂണിൽ ഞങ്ങൾ എല്ലായിടത്തും ചർച്ച ചെയ്തു. RTI അതിനൊരു റിപ്ലൈ വന്നു. ആ റിപ്ലൈയിൽ എന്താ പറയുന്നത് പറഞ്ഞാൽ സർക്കാർ തന്നെ പറയുന്ന അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല, അതിന്റെ മീറ്റിംഗ്സിന്റെ ഒരു ഇതും ഇല്ല അവരെടുത്തുനിന്ന്. അപ്പം ഇത് അവർ സുപ്രീം കോർട്ടിലാണ് കള്ളം പറഞ്ഞത്. അപ്പൊ അത് ദാറ്റ് ഇസ് കോൾഡ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. അത് ഒന്നും സുപ്രീം കോർട്ടിൽ അതിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരെ ഒന്നും ചെയ്തിട്ടില്ല. അത് വേറെ കള്ളം നിങ്ങളത്. പിന്നെ അറ്റോർണി ജനറൽ കോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ബോബ്ഡെനോട് ഖാലിസ്ഥാനീസ് ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സമരം. ഞാൻ ചോദിക്കുന്നു ഈ പ്രദർശനത്തിൽ ഖാലിസ്ഥാനീസ് ഇൻഫിൽട്രേറ്റ് ചെയ്തെന്ന് പറയുന്ന അറ്റോർണി ജനറൽ എന്തുകൊണ്ട് ആ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു നടപടി എടുക്കാണ്ടെന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുക അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറയുന്നത്. അന്നേരം തന്നെ ആഭ്യന്തരമന്ത്രി എന്താ ചെയ്യേണ്ടത്? അവിടെ ആരാ ഖാലിസ്ഥാനീസ് ഈ സമരം അവരെ പിടിക്കൂ, ഡൽഹി പോലീസിനോട് പറഞ്ഞിട്ട് അവരെ ജയിലിലിടൂ, UAPA ഇടൂ. അതിന്റെ ചെയ്യൂല്ലോ ക്ഷമ. റിപ്പബ്ലിക് ദിനത്തിൽ അക്രമം കാണിച്ചവർക്കെതിരെ കേസെടുത്ത് ഇതാ ഞങ്ങൾ ഖലിസ്ഥാനികൾക്കെതിരെ നടപടി സ്വീകരിച്ചെന്ന് കോടതിയിൽ പറയും. നിങ്ങൾ കേൾക്കുന്ന ഇത് ഇപ്പം ഓ എനിക്കറിയാം. ആ വാദത്തിനിടയ്ക്ക് പറഞ്ഞു നോക്കൂ, വാദത്തിനിടയ്ക്ക് പറഞ്ഞു അറ്റോർണി ജനറലിനോട്, അതായത് കേന്ദ്ര സർക്കാരിനോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഇനി സത്യവാങ്മൂലം സമർപ്പിക്കും. ഇത്രയും അക്രമാരികൾക്കെതിരെ ഞങ്ങൾ കേസെടുത്തു, ഇതാ കോടതിയിൽ കൊടുത്തു കേസ് കണക്ക് സഹിതം പോരെ. അല്ല, പക്ഷെ അന്നേരം പറഞ്ഞിട്ട് അറ്റോർണി ജനറൽ പറയുമ്പോൾ ആഭ്യന്തരമന്ത്രിയോട് ആദ്യം ആഭ്യന്തരമന്ത്രിന്റെ സർക്കാരിന്റെ അറ്റോർണി ജനറല് അപ്പൊ അവർക്ക് അറിയുമ്പം അവർ ഈ സമരത്തിന്റെ മുമ്പേ പറഞ്ഞത് ഈ ട്രാക്ടർ റാലി ചെയ്യുന്ന മുമ്പേ എന്തുകൊണ്ട് സെക്യൂരിറ്റി ബീഫ് ചെയ്തിട്ടില്ല? ഡൽഹി പോലീസ് പറയുമ്പോൾ ഒന്നിക്ക് സമരം അവര് അതിന് അനുവാദം കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർ ആർമിനെ വിളിക്കാം, എന്നിട്ട് ചെയ്യാം. അവർക്ക് പലതും ചെയ്യാറ്. നമ്മളെ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ ഉണ്ടായിരുന്നു. എവിടെയല്ല അവർ കയറിയെന്ന്, രാഷ്ട്രപതിന്റെ വീട്ടിൽ വരെ കയറിയെന്ന് സമരം ചെയ്തിട്ട്. പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റി. എന്തുകൊണ്ട്? മൻമോഹൻ സിംഗ് ജി സമരം ചെയ്യുന്ന ആളോട് ഇരുന്ന് സംസാരിക്കും. ഇവിടെ 70 അധികം കർഷകർ മരണപ്പെട്ടിട്ട് ഈ പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിക്ക് 6 ഇന്ത്യൻസ് ചുക്കാണ്. പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിൽ ഒരു പ്ലെയിൻ ക്രാഷ് നടന്നു, 80 പേര് മരണപ്പെട്ടു. ഓ മൈ ഡീപ്പസ്റ്റ് കണ്ടോലൻസസ് ടു ഓൾ. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. പക്ഷെ നിങ്ങളെ പ്രധാനമന്ത്രിയുടെ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന കർഷകർ മരണപ്പെട്ടിട്ട് രാജ്യത്തിന് കോവിഡ് വാക്സിൻ, രാജ്യത്തിന് മൃതസഞ്ജീവനി, ലോകത്തിന് മൃതസഞ്ജീവനി നൽകിയത് ഈ നരേന്ദ്രമോദിയാ. ലോകത്തിന് 2 കോവിഡ് വാക്സിൻ നൽകിയത്, മൃതസഞ്ജീവനി നൽകിയത് നരേന്ദ്രമോദിയാ. നരേന്ദ്രമോദിയാ ഈ രാജ്യത്ത്. മോഡിയല്ല, 2 സ്വകാര്യ സ്ഥാപനങ്ങളാണ് വികസിപ്പിച്ചത്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്വകാര്യ സ്ഥാപനമാണ്. കോവിഡ് വാക്സിൻ ആയിക്കോട്ടെ, ഇന്ത്യയാണ് വികസിപ്പിച്ചത്. ഓക്കെ നമ്മുടെ വിഷയമല്ല, നമ്മുടെ വിഷയം അതല്ല. ശ്രീ എം പി രാജേഷ് ഇതുവരെ
ക്ഷമ പറഞ്ഞ് അവസാനിപ്പിക്കും സമയക്കുറവുണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കും. നിങ്ങൾ പോയിന്റ് തീർക്കാൻ ഇഷ്ടംപോലെ സമയം കിട്ടും. നിങ്ങൾക്ക് പോയിന്റ് തീർക്കാൻ മണിക്കൂറുകളോളം എടുത്തോ. നിങ്ങൾ 3 പേർക്കെതിരെ എനിക്ക് തരുന്ന സമയം എത്രയാ? അത് വാക്സിൻ നമ്മുടെ വിഷയമല്ല ക്ഷമ, അത് വിടൂ. വാക്സിൻ നമ്മുടെ വിഷയമല്ല ക്ഷമ, പ്ലീസ്. ഡോക്ടർ എം പി രാജേഷ്, ശ്രീ എം പി രാജേഷ്, ഇവിടെ ഇതുവരെ ഈ സമരത്തെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള പഴുതുകളുണ്ടായിരുന്നു. ശ്രീ എം പി രാജേഷ്, പഞ്ചാബിൽ നിന്നുള്ള കർഷകരെ ഖാലിസ്ഥാനികൾ എന്ന് വിളിക്കുന്നുണ്ട്, പരസ്യമായും പരോക്ഷമായും എല്ലാം വിളിക്കുമായിരുന്നു. പക്ഷേ ഈ സമരം യു പിയിലേക്ക് വ്യാപിക്കുകയാണെന്നാണ് താങ്കൾ പറയുന്നത്. കാരണം ഇന്ന് മുസഫർ നഗറിൽ നടന്ന ആ മഹാപഞ്ചായത്ത് അതിന് തെളിവാണ്. പക്ഷേ ആ കർഷകരെ ഇങ്ങനെ പേര് വിളിക്കാൻ ഭരണകൂടത്തിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരല്പം അറപ്പുണ്ടാകും. കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്തവരാണ് ആ കർഷകരിൽ പലരും. പഞ്ചാബ് പോലെയോ ഹരിയാന പോലെയുമല്ല. ഇനി പഞ്ചാബും ഹരിയാനയും ഒഴിവാക്കി യു പിയിലെ കർഷകരുടെ പിന്തുണ നേടാം എന്ന് വിചാരിച്ചാൽ പോലും നടക്കില്ല എന്ന രീതിയിലേക്ക് ടിക്കായത്ത് ഈ സമരത്തെ വളർത്തിയെടുക്കുമോ ശ്രീ എം പി രാജേഷ്? ബി ജെ പിക്ക് വോട്ട് ചെയ്തവരാണ് ആ കർഷകരിൽ പലരുമെന്നല്ല ബഹുഭൂരിപക്ഷവും എന്ന് നാം തിരിച്ചറിയണം. ബി ജെ പിക്ക് വോട്ട് ചെയ്തവർ തന്നെ ഇന്ന് അവരുടെ നയങ്ങൾക്കെതിരായിട്ട് രംഗത്ത് വരുന്നു. കാരണം കൃഷിക്കാരൻ്റെ ഉപജീവനമാർഗം എന്നേക്കുമായി ഇല്ലാതാക്കുന്നതാണ് ഈ കർഷക നിയമങ്ങൾ എന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഖലിസ്ഥാനികൾ എന്ന് വിളിക്കുന്നത്? സാധാരണ വിളിക്കാറുള്ളത് എന്താ? പാകിസ്ഥാനികൾ എന്നാണല്ലോ, അല്ലേ? ഇഷ്ടമില്ലാത്തവരെല്ലാം പാകിസ്ഥാനികളായിട്ടല്ലേ ബി ജെ പി വിശേഷിപ്പിക്കാറുള്ളത്. ഇപ്പോൾ മാത്രം എന്തേ ഖാലിസ്ഥാനികളായത്? അതിനൊരു കാരണമുണ്ട്. ഇമ്രാൻഖാൻ്റെ ഗവൺമെൻറ്റും പാകിസ്ഥാനിൽ സമാനമായ കർഷക നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതിനെതിരെയും സമാനമായ പ്രക്ഷോഭം ഉയർന്നു വന്നു. ഇത്ര വലുതായിട്ടല്ലെങ്കിലും പ്രക്ഷോഭം ഉയർന്നു വന്നു. ഇതേ രീതിയിലാണ് ഇമ്രാൻഖാൻ ഗവൺമെൻറ്റും ആ പ്രക്ഷോഭത്തെ നേരിട്ടത്. അവിടുത്തെ കാർഷിക മേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്ന കാർഷിക നിയമങ്ങൾ ഇവിടെ നടപ്പാക്കിയതിന് സമാനമായ നിയമങ്ങൾ അവിടെ നടപ്പാക്കി സമരം ചെയ്ത കൃഷിക്കാരെ ലാത്തിച്ചാർജ് ചെയ്തു. വലിയ തോതിൽ അവർക്ക് നേരെ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടു. അപ്പോൾ അതുകൊണ്ട് ആണ് ഇവിടെ ഇക്കാര്യത്തിൽ ഇമ്രാൻഖാൻ മോദിയുടെ ഒരേ തൂവൽ പക്ഷിയാണ്. അതുകൊണ്ടാണ് ഇത്തവണ പാകിസ്ഥാനി എന്ന വിളിപ്പേര് ഒഴിവായത്, പകരം ഖാലിസ്ഥാനി എന്ന് ഉപയോഗിക്കുന്നത്. അതുകൂടി നമ്മൾ കാണണം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇവരെല്ലാം ഒരേ നയമാണ് നടപ്പാക്കുന്നത് എന്ന് ബി ജെ പിയുടെ നേതാവ് പറഞ്ഞ ഒരു സത്യം ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു നെല്ലിന് താങ്ങുവില 1688 മറ്റോ ആണ് എന്നാണ് പറഞ്ഞത് ക്വിൻ്റലിന്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. കേരളത്തിൽ 2800 എങ്ങനെയാണ് ഈ വ്യത്യാസം വന്നത്? ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന താങ്ങുവില നെല്ലിന് കൊടുക്കുന്നത് കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കേരളം കൂട്ടിച്ചേർക്കുന്നു എന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനം കൂട്ടിച്ചേർക്കുന്നില്ല. അപ്പോൾ അത്രേ അവർ കൊടുക്കുന്നുള്ളൂ കേന്ദ്രം എന്ന് അദ്ദേഹം തന്നെ ഇവിടെ സമ്മതിച്ചു. അതുകൊണ്ടാണല്ലോ കേരളം കൂട്ടിച്ചേർക്കേണ്ടി വരുന്നത്. പിന്നെ വേറെ വളരെ വിചിത്രമായൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, താങ്ങുവില എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ എന്നാണ്. പാർലമെൻറ്റിൽ എന്താണ് ഭേദഗതിയായിട്ട് ആവശ്യപ്പെട്ടത്, ഭേദഗതിയായിട്ട് നിർദ്ദേശിച്ചത്? താങ്ങുവില ഉറപ്പാക്കുമെന്ന വ്യവസ്ഥ ക്ലോസ് നിയമത്തിലുണ്ടാവണമെന്നാണ്. നിയമത്തിൽ പറ്റില്ല, വെള്ളക്കടലാസിൽ എഴുതി കൊടുക്കാമെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനൊരു വിലയുമില്ല എന്നാണ് അർത്ഥം. നിയമത്തിൽ വന്നാൽ അത് കോടതി വഴി നടപ്പാക്കേണ്ടി വരും. അത് ലംഘിക്കപ്പെട്ട കോടതിയിൽ പോവാം. പക്ഷേ വെള്ളക്കടലാസിൽ എഴുതി കൊടുത്താലോ ആ ഉറപ്പിന് അത്രയേ വിലയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ആളുകളെ കബളിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിയമത്തിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നല്ലോ. ഈ അമെൻമെൻറ്റ് നിയമത്തിൽ കൊണ്ടുവരണം, താങ്ങുവില ഉറപ്പാക്കുമെന്ന അമെൻമെൻറ്റ്. അതിന് തയ്യാറല്ല. എന്നിട്ട് ഞങ്ങൾ പുറത്തു വന്നിട്ട് എഴുതി കൊടുക്കാമെന്നാണ് പറയുന്നത്. നോക്ക്, കേട്ടുകേൾവിയില്ലാത്തൊരു നിയമമാണ് ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുള്ളത്. ഞാൻ അതിലൊരു വ്യവസ്ഥ വായിക്കട്ടെ. നോ സ്യൂട്ട്, നോ പ്രോസിക്യൂഷൻ ഓർ അതർ ലീഗൽ പ്രൊസീഡിംഗ്സ് ഷാൾ ലൈ അഗെയിൻസ്റ്റ് the central government or state government or any officer of the central government or any officer of the state government or any other person in respect of anything which is done in good faith or intended to be done under this act. ഈ നിയമത്തിൽ ചെയ്തതോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചും സൂട്ടോ മറ്റ് നിയമ നടപടികളോ നിലനിൽക്കില്ല എന്നാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തേതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇങ്ങനൊരു നിയമം പാസ്സാക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഇന്ത്യയിൽ പാസ്സാക്കിയില്ലേ? ഈ വ്യവസ്ഥയിലെ നിയമത്തിൽ നിഷേധിക്കാൻ കഴിയുമോ? ഇനി അടുത്ത ക്ലോസ് ഞാൻ വായിക്കാം. ക്ലോസ് 19 APMC ആക്ട്. നോ സിവിൽ കോർട്ട് ഷാൾ ഹാവ് ജൂറിസ്ഡിക്ഷൻ ടു എൻ്റർടൈൻ എനി സ്യൂട്ട് ഓർ ലീഗൽ പ്രൊസീഡിങ്സ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഡിസ്പ്യൂട്ട് which a subdivisional or appellate authority is empowered by or under this act to decide. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു നിയമ നടപടിയോ ഒരു സിവിൽ സൂട്ടോ ഈ നിയമപ്രകാരം നിലനിൽക്കില്ല. പകരം
അതൊരു സബ് ഡിവിഷണൽ ഓഫീസർക്ക് എന്ന് പറഞ്ഞാൽ RDOയ്ക്ക് അല്ലെങ്കിൽ അപ്പലേറ്റ് അതോറിറ്റിക്ക് തീരുമാനിക്കാൻ കഴിയും എന്നാണ്. എന്ന് പറഞ്ഞാൽ കോടതിയുടെ അധികാരം ഒരു ലോവർ ലെവൽ ഉദ്യോഗസ്ഥന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര പരിഹാസ്യമായ ഒരു നിയമം പാസ്സാക്കാൻ ഇന്ത്യ എന്താ വെള്ളരിക്ക പട്ടണമാണോ? ആ നിയമത്തെയാണ് ഇവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിയമത്തെ എതിർക്കുന്നവരെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമേ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. കോടതി കേസ് കൊടുക്കാൻ പോലും പറ്റില്ല. കോടതിയിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. നിയമവാഴ്ച ജനാധിപത്യത്തിൻ്റെ ഹൃദയമാണ്. ആ നിയമവാഴ്ച നിഷേധിക്കുന്ന തരത്തിലുള്ള നിയമം ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള സ്ഥിതിവിശേഷം അല്ലെങ്കിൽ നിഷേധിക്കട്ടെ, ഈ രണ്ട് കാര്യങ്ങൾ നിയമത്തിലുള്ളതല്ലേ? ഇതിനെതിരായിട്ട് സമരം ചെയ്യുന്നവരെ തല്ലി ഒതുക്കുക, അതിന് ഗുണ്ടകളെ വിടുക, എന്നിട്ട് സമരം പരാജയപ്പെടുത്തും എന്ന് ആക്രോശിക്കുക, എന്ത് ജനാധിപത്യമാണിത്? റൈറ്റ്. മടങ്ങണം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അങ്ങനെയെങ്കിൽ ഈ സമരം ഇനി കൂടുതൽ ശക്തമാവുകയാണോ ചെയ്യുക? കാരണം സാധാരണക്കാർക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാകും. കാരണം ഒരു വശത്ത് ദേശീയ മാധ്യമങ്ങളടക്കം സമരത്തെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ സകലമാന കുഴപ്പങ്ങളാണ്, ആശയക്കുഴപ്പങ്ങളാണ്, ഭിന്നിച്ചിരിക്കുന്നു, കർഷകർ പിന്മാറുന്നു, എല്ലാം ഛിന്ന ഭിന്നമായി എന്ന ഒരു പ്രതീതിയാണ് ദേശീയ മാധ്യമങ്ങൾ കാണുമ്പോൾ തോന്നുക. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വരുന്ന ദൃശ്യങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ കർഷക സംഘടനാ നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ, അവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ മറ്റൊരു ചിത്രമാണ് ലഭിക്കുക. യഥാർത്ഥത്തിൽ ഈ സമരം മുന്നോട്ട് പോകുമോ? ഈ സമരം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എനിക്ക് ഇന്ന് UP-യിൽ നിന്ന് കണ്ട ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പ് തോന്നുന്നത്. ഈ ദേശീയ മാധ്യമങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വാലാട്ടിപ്പട്ടികളായി നമ്മുടെ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ, ദേശീയ ദൃശ്യമാധ്യമങ്ങൾ അങ്ങനെ ആയിക്കഴിഞ്ഞതായി എല്ലാവർക്കും അറിയാം. അതൊരു വസ്തുതയാണ്. അതിലിനിയിപ്പോൾ തർക്കിക്കേണ്ട ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഈ കർഷക നേതാക്കൾ പോലും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു കാലത്ത് ഈ ദേശീയ മാധ്യമങ്ങളൊക്കെ നരേന്ദ്രമോദിയെ വാഴ്ത്തുമ്പോൾ ഈ ജാട്ട് നേതാക്കളും അതുപോലെയുള്ള BJPക്ക് വോട്ട് ചെയ്തിരുന്ന മുമ്പ് വോട്ട് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ അത് വലിയ കാര്യമായി കരുതിയിരുന്ന അവർ തന്നെ ഇപ്പോൾ പറയുന്നു ഇതെല്ലാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രൊപ്പഗാൻഡ ഓർഗനായി പ്രവർത്തിക്കുന്ന ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞുവെന്ന് അവർ തന്നെ അങ്ങനെ പറയുന്നു. പിന്നെ അജിംസിൻ്റെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കർഷക ഒരു ഫാമേഴ്സ് ഒരു വോട്ട് ബാങ്കായി നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അത് കോൺഗ്രസിനൊക്കെ പലപ്പോഴും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം ഈ കൃഷിക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ പെസൻസിന് വേണ്ടി ഫാമേഴ്സ് അല്ലെങ്കിൽ അതുപോലെ ഈ ഒത്തിരി റൈറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ആക്റ്റുകൾ കോൺഗ്രസ് UPA സർക്കാരുകൾ കൊണ്ടുവന്നു. പക്ഷെ അതിനൊക്കെ ഒരു ഗുണം കിട്ടാതെ പോയത് അവർക്ക് അതുകൊണ്ടൊന്നും പലപ്പോഴും ഗുണം കിട്ടിയിരുന്നില്ല. കാരണം ജനങ്ങൾ ഇതൊന്നും കണ്ടല്ല വോട്ട് ചെയ്തിരുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വർഗീയതയുടെ പേരിലും അല്ലെങ്കിൽ 2014 നരേന്ദ്രമോദി വികാസ് എന്ന് പറഞ്ഞ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വർഗീയതയെ മാസ്ക് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന ക്യാമ്പയിനും പിന്നെ അതുപോലെയുള്ള പല ഇപ്പം ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിന് ഒത്തിരി അവരെ സ്വാധീനിക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അതുപോലെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഫാർമേഴ്സ് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയായി ഒരു വോട്ട് ബാങ്കായി പരിണമിക്കാനുള്ള സാധ്യതയുണ്ട്. യോഗേന്ദ്ര യാദവ് ഒക്കെ പലപ്പോഴും പറയാറുണ്ട് ഫാമേഴ്സ് എന്തുകൊണ്ടാണ് ഒരു വോട്ട് ബാങ്കായി അല്ലെങ്കിൽ ഫാമേഴ്സ് ഓൺ ബ്ലോക്കായി ഒരിക്കലും എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തതെന്ന്. ഈ ഹരിയാന, പഞ്ചാബ്, വെസ്റ്റേൺ UP, രാജസ്ഥാൻ്റെ കുറേ ഭാഗങ്ങൾ, ഇവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷിക്കാർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 4 സംസ്ഥാനങ്ങൾ തന്നെ അവിടെ തന്നെ ഇതൊരു വലിയ മൂവ്മെൻറ്റായി മാറിയാൽ ഇത്ര നാൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ഇത് പഞ്ചാബിലും ഹരിയാനയുടെ ഒരു സർട്ടൻ പാർട്സ് ഓഫ് ഹരിയാനയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു സമരമാണ്. ബാക്കി എല്ലായിടത്തും ടോക്കൺ സമരങ്ങളാണ് നടന്നിരുന്നത്. ഇന്നിപ്പോൾ വെസ്റ്റേൺ UP-യിലേക്ക് ഇത് വ്യാപിക്കുന്നു. ഇനി രാജസ്ഥാനിലും ഇത് വ്യാപിക്കും എന്ന് ഉറപ്പാണ്. കാരണം രാജസ്ഥാനിലും ജാട്ടുകളുടെ ഒരു വലിയ ഒരു കോൺസെൻട്രേഷൻ ഉണ്ട് പല ഭാഗങ്ങളിൽ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വിന്ധ്യാസിൻ്റെ താഴേക്കും ഈ സമരം ആളിപ്പടർന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഈ ഒരു ഇത് BJPക്ക് കൺട്രോൾ ചെയ്യാവുന്നതിന് അപ്പുറത്തേക്ക് പോകും. അതിനെ തടയിടാൻ BJPക്ക് കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട്. പിന്നെ ഈ ഫാമേഴ്സ് അവരൊരു വോട്ട് ബാങ്കായി അവരൊരു കോൺസ്റ്റിറ്റ്യുവൻസിയായി BJP സർക്കാരിനെതിരെ തിരിഞ്ഞാൽ അതിനെ ചാപ്പയടിച്ച് ഡീലെജിറ്റിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനൊന്നും അമിത്ഷായും നരേന്ദ്രമോദിയും വിചാരിച്ചാൽ നടക്കില്ല, അത്ര എളുപ്പമായില്ല.
കാരണം ജയ് ജവാൻ ജയ് കിസാൻ എന്ന് ഉള്ള ആ ഇന്ത്യയുടെ ഒരു ഐക്കണോഗ്രാഫിയിൽ കർഷകർക്കുള്ള ഒരു സ്ഥാനം ശരി. ഈ BJPയുടെ മസ്കുലർ നാഷണലിസത്തിന് തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന ആകെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ കർഷകരാണ്. കർഷകരും അപ്പോൾ പിന്നെ സൈനികരും ഇത് എന്തുകൊണ്ടും BJP സൈനികരും ഒരു പ്രശ്നമാണ്. ശരി ആനന്ദ് കൊച്ചുകൂടി. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ ഇതാണ്. ഒന്നാം, സമരം എന്തുകൊണ്ട് പിൻവലിക്കണം എന്നുള്ളതിനെ കുറിച്ച് MP രാജേഷും ഷമാ മുഹമ്മദും ചൂണ്ടിക്കാട്ടിയ 2 പോയിന്റുകൾ. ഒന്ന്, അത് നിയമവാഴ്ചയെ തന്നെ അപ്രസക്തമാക്കുന്ന വകുപ്പുകൾ അതിലുണ്ട് എന്നുള്ളത് ഒന്ന്. 2, ഈ പൂഴ്ത്തിവയ്പ് നിയമവിധേയമാക്കിക്കൊണ്ട് വിലവർധന രാജ്യത്തെ മുച്ചൂടും മുടിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു നിയമമാണ് എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണമുണ്ടോ? വളരെ ചുരുക്കി. തീർച്ചയായിട്ടും അജിംസേ, ഞാൻ പറയാം, ഈ നിയമത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ചർച്ച ചെയ്ത് പരിഹരിക്കാനും അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എഴുതി തന്ന് അത് പരിഹരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതു തരത്തിലുള്ള തർക്കങ്ങളുണ്ടായാലും കൃഷിക്കാർക്ക് കോടതിയിൽ പോകാനുള്ള അവസരം ഉണ്ടാകും, നൽകാമെന്ന് വാക്ക് നൽകി. കൃഷിക്കാരൻ്റെ ഭൂമി ഒരു തരത്തിലും കൈവശപ്പെടുത്താൻ സാധ്യമല്ല. കാരണം ഈ നിയമം ഏതെങ്കിലും തരത്തിലുള്ള കാർഷിക ഭൂമിയുടെ അന്യാധീനപ്പെടുത്തൽ, കൈവശപ്പെടുത്തൽ, പണയപ്പെടുത്തൽ, വാടകയ്ക്ക് കൊടുക്കൽ, മറ്റെങ്കിലും തരത്തിലുള്ള കൈമാറ്റത്തിൽ വ്യവസ്ഥ ചെയ്യാത്തതാണ്. കരാർ ഉടമകൾക്ക് കൃഷിക്കാരുടെ ഭൂമിയിൽ യാതൊരു തരത്തിലുള്ള മറ്റ് കാർഷികേതര പ്രവൃത്തികൾ നടത്താനും അനുമതി നൽകുന്നില്ല. കൃഷിക്കാരുടെ ഭൂമി ജപ്തി ചെയ്യാൻ ഈ നിയമം ഒരു തരത്തിലും ആർക്കും അനുമതി നൽകുന്നില്ല. അപ്പോൾ നിയമത്തിൽ കൃഷിക്കാരുടെ ഭൂമി അന്യാധീനപ്പെടാതിരിക്കാനും കൃഷിക്കാർക്ക് കൃത്യമായ വില ലഭിക്കാനും വേണ്ട വ്യവസ്ഥകൾ ഈ നിയമത്തിൽ ഉൾപ്പെടുത്താൻ തയ്യാറാണ് എന്ന് ഗവൺമെൻറ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് കർഷകരുടെ ഏത് സമീപനത്തോടും പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് എടുത്തിട്ടുള്ളത് ഇതുവരെയുള്ള സമീപനത്തിൽ. ആ കാര്യത്തിൽ തർക്കമുണ്ടോ? അത് കർഷകരുടെ സർക്കാർ അത്തരം വാക്കുകൾ നൽകിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ പരിഷ്കരണം അഗ്രി കോർപ്പുകളെ സഹായിക്കാൻ വേണ്ടിയാണ്, അതായത് വൻകിട അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയലിസ്റ്റുകളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന ധാരണ കർഷകർക്കുണ്ട്. നിങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു ഭൂമി നഷ്ടപ്പെടില്ല, ഞങ്ങൾ മിനിമം സപ്പോർട്ട് പ്രൈസ് നൽകാമെന്നൊക്കെ പറയുമ്പോഴും ഇത് രാജ്യത്തെ കൃഷിയെ വൻകിട കൃഷി കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന ഒരു നിയമമാണെന്ന് തോന്നൽ അവർക്കുണ്ട്. അതല്ല എന്ന് ബോധിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. നിങ്ങൾ അതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്, എവിടെ കൊണ്ടുപോയി കാർഷിക വിളകൾ വിൽക്കാം എന്ന് പറയുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അത് അഗ്രി കോർപ്പുകൾക്ക് വേണ്ടിയാണെന്ന് കർഷകർക്ക് മനസ്സിലാകുന്നു, അവരുടെ നേതാക്കൾക്ക് മനസ്സിലാകുന്നു. അവരെ ബോധിപ്പിക്കാൻ നിങ്ങൾ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറയാം. ഇപ്പം ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും, സമരം ഏറ്റെടുക്കും. രാഷ്ട്രീയക്കാർ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പല സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഇടുക്കിയിലെ കർഷകർക്ക് ഇതിന് ഗുണഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു, UP-യിലെ കർഷകർക്ക് ഇതിന് ഗുണഫലം ലഭിച്ചുകൊണ്ട്. എന്താ അതിന് ഗുണം? ഇതുവരെ ഒരാൾക്ക് സ്വന്തം മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു സാധനം ഒരു 10 രൂപയ്ക്ക് ഇടനിലക്കാർ കൊണ്ടുപോയിരുന്ന സാധനം എനിക്ക് വേണമെങ്കിൽ നേരിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി ആ മാർക്കറ്റിൽ അവർ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വിലയ്ക്ക് വാങ്ങാൻ തയ്യാറാവുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഗുണം. മണ്ഡി സിസ്റ്റം ഇല്ലാതാക്കപ്പെടുന്നില്ല. കേരളത്തിന് വലിയ ഉപകാരമാകുന്ന ഒരു കാര്യം താങ്കൾക്ക് ചെയ്യാമോ? ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ ഉപകാരമാകും. കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില കിട്ടുന്നില്ല. രാജ്യത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഏതെങ്കിലും വിദൂര സ്ഥലത്തുള്ള ഏതെങ്കിലും റബ്ബർ ഫാക്ടറി വിറ്റ് നല്ല വില മേടിച്ചു കൊടുക്കാമോ സർക്കാർ? ഞാൻ പറയട്ടെ. ഞാൻ പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ കേരളത്തിൽ തെങ്ങുണ്ട്, മറ്റ് കൃഷിക്കാരുണ്ടല്ലോ. തെങ്ങ് കൃഷിക്കാരന് സർക്കാർ തേങ്ങ സംഭരിക്കുന്ന സ്ഥലത്ത് 10 രൂപയാണ് വില എന്ന് വിചാരിക്കുക. പുറമേയുള്ള സംവിധാനം വിൽക്കാൻ സൗകര്യങ്ങളില്ലെങ്കിൽ പുറമേ ഒരു ഓപ്പൺ മാർക്കറ്റിൽ അവർക്ക് 15 രൂപ കിട്ടും, അവർ വിൽക്കാമല്ലോ. അതല്ലേ ഈ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ, അതല്ലേ ഈ സിസ്റ്റത്തിൽ ഏറ്റവും ഗുണപരമായ കാര്യം. കർഷകൻ അവൻ്റെ ഉൽപ്പന്നം ഇന്ന് തന്നെ കർഷകർ ഇടനിലക്കാർ കൊണ്ടുപോയി ലാഭം കൊയ്യുന്നതിന് പകരം നേരിട്ട് കൊണ്ടുപോയി മാർക്കറ്റ് അവൻ്റെ ലാഭം മുഴുവൻ അവൻ എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സിസ്റ്റം ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് രാജ്യം മുഴുവൻ കർഷക സമരമില്ലല്ലോ. നിങ്ങളിപ്പോൾ ഗാസിപ്പൂരിൽ ഉത്തർപ്രദേശിൽ 20 കോടി ജനസംഖ്യയുള്ള സ്ഥലത്ത് ഒരു 50,000 75,000 പേര് സമരം എന്ന് പറയുന്നു. പാലക്കാട്ട് നെൽകർഷകന് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പറയുന്ന ഈ വ്യവസ്ഥ കൊണ്ട് പാലക്കാട്ട് നെൽകർഷകൻ എവിടെ കൊണ്ടുപോയി വിൽക്കാൻ കഴിയും നെല്ല്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാർഷിക വിള, വാഴയോ മറ്റെന്തെങ്കിലും? വളരെ ചുരുക്കി. എന്തെല്ലാം അസംബന്ധങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മണ്ഡി സംവിധാനമുണ്ട് എന്നതിനർത്ഥം മണ്ഡിയിൽ മാത്രമേ വിൽക്കാൻ കഴിയൂ എന്നല്ല, മണ്ഡിക്ക് പുറത്തും വിൽക്കുന്നുണ്ട്. പക്ഷേ എന്താണ് മണ്ഡിയുടെ പ്രത്യേകത? മണ്ഡി എന്ന് പറഞ്ഞാൽ സർക്കാർ നിയന്ത്രിത വിപണിയാണ്. ഏതുപോലെ സ്വകാര്യ ആശുപത്രികൾ ഉള്ളപ്പോൾ തന്നെ സർക്കാർ ആശുപത്രി ഉള്ളതുകൊണ്ട് അതിനർത്ഥം സർക്കാർ ആശുപത്രിയിൽ മാത്രമേ ചികിത്സിക്കാൻ പറ്റൂ എന്നുള്ളതല്ല. പക്ഷേ സർക്കാർ ആശുപത്രി ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ സ്വകാര്യ ആശുപത്രികളുടെ ചൂഷണം തടയാൻ കഴിയുന്നു. അൺഎയ്ഡഡ് സ്കൂളുകൾ ഉള്ളതോടൊപ്പം സർക്കാർ സ്കൂളുകൾ നന്നായി പ്രവർത്തിക്കുന്ന സർക്കാർ സ്കൂളുള്ളപ്പോൾ വലിയൊരളവോളം സർക്കാർ ഈ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചൂഷണം തടയാൻ കഴിയുന്നു. അതുപോലെ ഈ സർക്കാർ നിയന്ത്രിത വിപണി
എന്നത് ഒരു സംരക്ഷണം നൽകുകയാണ് ചെയ്യുന്നത്. അതാണ് മണ്ടി. അല്ലാണ്ട് മണ്ടിക്ക് പുറത്ത് ഇതുവരെ വിൽക്കാൻ പറ്റില്ല എന്ന് നിയമം മൂലം വിലക്കിയിട്ടൊന്നുമില്ല. ഇതിനു മുമ്പും മണ്ടിക്ക് പുറത്ത് വിൽക്കാം. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ കോർപ്പറേറ്റുകൾ ഈ കാർഷിക വിപണിയുടെ നിയന്ത്രണം ഒരു മിനിറ്റ് പ്ലീസ്, അത് തന്നെ ഞാൻ പറഞ്ഞത്. മണ്ടി നിർത്തലാക്കേണ്ട കാര്യമില്ല. കോർപ്പറേറ്റുകൾ പ്ലീസ് ഉണ്ണികൃഷ്ണൻ, കാർഷിക വിപണിയുടെ നിയന്ത്രണം അവർക്ക് കൈവരുന്നു ഈ നിയമത്തോടു കൂടി. ഏതുപോലെ ഇപ്പോൾ പെട്രോളിയം വിപണിയുടെ കുത്തക ആർക്കാണ്? കോർപ്പറേറ്റുകൾക്കാണ്. അത് പൂർണ്ണമായിട്ട് അവർക്ക് വിട്ടുകൊടുത്തു വില നിശ്ചയിക്കാനുള്ള അധികാരം. അങ്ങനെ വരുമ്പോൾ വില അടിക്കടി അവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുക? കാർഷിക വിപണിയിൽ കുത്തകാധിപത്യം ഉണ്ടാകുമ്പോൾ കൃഷിക്കാരൻ്റെ ഉൽപ്പന്നങ്ങളുടെ വില അവർ നിരന്തരം കുറയ്ക്കാനാണ് ശ്രമിക്കുക. അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് കൃഷിക്കാരനിൽ നിന്നെടുത്ത് അവ കൂടിയ വിലയ്ക്ക് വിൽക്കുമ്പോഴാണല്ലോ കൊള്ളലാഭം ഇവർക്കുണ്ടാവുക. അപ്പോൾ ഈ കുത്തകാധികാരം വരുമ്പോൾ വില നിർണയാധികാരം കോർപ്പറേറ്റുകളുടെ കൈവശം വരുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ മണ്ടി വിൽക്കാമല്ലോ. നോക്കും പ്ലീസ്, അല്ല മണ്ടി അല്ല, ഞാനൊരു ചോദ്യം അജിൻസെ, മണ്ടി നിർത്തലാക്കുന്നില്ലോ, അങ്ങനെയാണ് മണ്ടിയിൽ വിറ്റൂടെ? ഇതൊരു മര്യാദയല്ല. ഇതൊരു കലമ്പലല്ല ചർച്ച എന്ന് പറഞ്ഞാൽ. ഒരാളൊരു അഭിപ്രായം പറയുന്നു, ക്ഷമയോടെ അത് കേൾക്കുന്നു, അതിനുള്ള മറുപടി പറയുന്നു. അങ്ങനെയല്ലേ നമ്മൾ മര്യാദയുള്ളൊരു ചർച്ച. പഠിപ്പിക്കല്ലേ രാജേഷേ? അതൊന്നും എന്നെ പഠിപ്പിക്കാൻ എനിക്ക് അറിയാം രാജേഷേ. ഞാൻ ആദ്യമായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളല്ലല്ലോ രാജേഷേ. പറയല്ലേ? മാഷ് വിദ്യാർത്ഥികൾ പാലിക്കുന്ന അച്ചടക്കം പോലും പാലിക്കാത്തതുകൊണ്ടാണ് മാഷെ എനിക്ക് പഠിപ്പിക്കേണ്ടി വന്നത്. വിഷമമുണ്ട് അങ്ങനെ പഠിപ്പിക്കേണ്ടി വന്നതിൽ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത്, ഞാൻ ശ്രീ ഉണ്ണികൃഷ്ണൻ പറയുമ്പോൾ കേട്ടിരുന്ന അതല്ലേ എല്ലാവരും പാലിക്കാറുള്ളത്? എല്ലാവരും പാലിക്കാറുള്ള മര്യാദ അതല്ലേ? നമ്മൾ തമ്മിൽ വേണ്ട, അതുകൊണ്ടാണ് പറഞ്ഞത്. ആര് തമ്മിലും പാടില്ല. ഞാൻ പറഞ്ഞത് വിപണിയിൽ കോർപ്പറേറ്റ് ആധിപത്യം വന്നാൽ മറ്റ് പ്ലെയേഴ്സ് എല്ലാം പുറത്താവും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മറ്റ് കമ്പനികളുടെ സിം എടുക്കാമല്ലോ എന്ന് പറയുന്നത് പോലെ ജിയോ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ മറ്റ് കമ്പനികൾ മുഴുവൻ അപ്രസക്തമായി കഴിഞ്ഞാൽ BSNLൻ്റെ സിം എടുത്തൂടെ എന്ന് പറയുന്നത് പോലെ അവരുടെ സർവീസ് മോശമാവുന്നു. നിങ്ങൾ ഓരോ മേഖല എടുത്ത് നോക്കൂ. ഒരു കുത്തക വന്നു കഴിഞ്ഞാൽ മറ്റുള്ള പ്ലെയേഴ്സ് എല്ലാം പുറത്താവുന്നു. അത് തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, കാർഷിക ഉൽപ്പാദനം കോർപ്പറേറ്റ് നിയന്ത്രണത്തിലാവുന്നു. കരാർ കൃഷി നിയമത്തിലൂടെ വൻകിട അഗ്രി ബിസിനസ് കമ്പനികൾ ചെറുകിട കൃഷിക്കാരുമായിട്ട് കരാറുണ്ടാക്കി ഉൽപ്പാദനത്തെ അവർ നിയന്ത്രിക്കും. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര ഉൽപ്പാദിപ്പിക്കണം, എന്തിനു വേണ്ടി, ഏത് വിപണിക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, കോർപ്പറേറ്റുകൾ തീരുമാനിക്കും. അതാണ് കുത്തക ഏത് മേഖലയിലും വന്നാലുള്ള പ്രശ്നം. മൂന്നാമത്തേത് ഇവിടെ പറഞ്ഞ അവശ്യവസ്തു നിയമ ഭേദഗതിയാണ്. അത് കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നിയമവിധേയമാക്കും, കൃത്രിമക്ഷാമവും വിലക്കയറ്റവും ഉണ്ടാക്കും. നാലാമതൊരു കാര്യം കൂടിയുണ്ട്. സമരത്തിൻ്റെ ആവശ്യമാണ്. വൈദ്യുത നിയമം പിൻവലിക്കണം. എന്താ വൈദ്യുത നിയമം എന്നറിയോ? വൻകിട വ്യവസായിക്കും ഗാർഹിക ഉപയോക്താവിനും കൃഷിക്കാരനും യൂണിറ്റിന് ഒരേ നിരക്കിൽ ചാർജ് ഈടാക്കണം എന്നതാണ്. ക്രോസ് സബ്സിഡി നിർത്തണം എന്നതാണ്. ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നത്തെ മുൻനിർത്തിയാണ് ഈ സമരം നടക്കുന്നത്. അല്ലാണ്ട് കൃഷിക്കാരന്റെ കൃത്യമാണ്. ശരി, ഡോക്ടർ ഷമാ മുഹമ്മദ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കുന്നത്. ഷമാ മുഹമ്മദ്, രാഹുൽ ഗാന്ധി ഇന്ന് കർഷക സമരത്തിന് ഒരു നിമിഷം രാഹുൽ ഗാന്ധി ഇന്ന് കർഷക സമരത്തിന് പ്രഖ്യാപിച്ച പിന്തുണ മറ്റൊരു തരത്തിൽ ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അക്രമ സമരത്തോടൊപ്പം കോൺഗ്രസ് നിൽക്കുന്നു എന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയെ വ്യാഖ്യാനിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കുകയല്ലേ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് ചെയ്യേണ്ടത്? അല്ല, രാഹുൽജി ഇതുവരെ പറഞ്ഞില്ല അക്രമ ഇതിൽ ഞങ്ങൾ നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഈ സമരത്തിന് നമ്മൾ സപ്പോർട്ട് ഫുൾ ആയിട്ടുണ്ട്. ഞങ്ങൾ കർഷകരൊക്കെ എന്താ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്? നമ്മൾ ഇവിടെ ഇഷ്യൂസുള്ള വിഷയമുള്ള നമ്മൾ അവർക്ക് സപ്പോർട്ട് എന്തായാലും കൊടുക്കും. ഇവിടെ അവർക്ക് ഒരു നിയമങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല ഈ പ്രധാനമന്ത്രി, ഒന്നുമില്ല അവർക്ക്. ഇപ്പം ഈ APMCന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു APMCയിൽ ട്രേഡർ ഉണ്ടെങ്കിൽ കർഷകരിൽ അവരെ നെല്ല് വാങ്ങുന്നുണ്ടെങ്കിൽ അവരവിടെ രജിസ്റ്റർ ചെയ്യണം. മനസ്സിലായില്ല? മറ്റേ ഇപ്പൊ പുറത്തുള്ള ട്രേഡേഴ്സ് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് വന്ന് നെല്ല് വാങ്ങാം, അവർ ചെക്ക് കൊടുത്ത് ബൗൺസ് ചെയ്താൽ ഇവിടെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോകുന്ന അങ്ങനെ ആയിട്ടുണ്ട്. അവര് സ്വന്തം മധ്യപ്രദേശില് അവര് സർക്കാരിന്റെ സ്ഥലത്ത് അവര് 5 കോടിയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക്, കർഷകർക്ക്. ബിക്കോസ് അവരെ കണ്ടുപിടിക്കാൻ മറ്റേടത്ത് ഒരു സ്റ്റാൻഡേർഡ് ഇതുണ്ട്. അവര് വന്നിട്ടില്ലെങ്കിൽ അവര് ചെക്ക് തന്നിട്ട് ബൗൺസ് ആയിട്ട് അവിടുത്തെ ആൾക്കാർ അവരെ സഹായിക്കാനുണ്ട്, സ്റ്റേറ്റ് സംസ്ഥാനം സഹായിക്കാനുണ്ട്. ബിക്കോസ് ഈ ഇവരുടെ നല്ല ഒരു ഇതെടുക്കും. പിന്നെ അദ്ദേഹം പറഞ്ഞു വാക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ വാക്കിൽ ഒരു കർഷകരും ഒരു ഇന്ത്യൻസിന് വിശ്വാസമില്ല. നിങ്ങൾ കുറെ വാക്കുകൾ ഈ 6
6 കൊല്ലം കൊടുത്തു. അതാണ് ശരി, പ്രശ്നം. ശരി. ഇപ്പൊ നോക്കൂ, നിങ്ങൾ അതുകൊണ്ടാണ് 2019 വീണ്ടും മോഡി അധികാരത്തിലെത്തിയത്. നിങ്ങളുടെ വാക്കിലെ വിശ്വാസം ജനങ്ങൾക്കറിയാം. ശരി. നിങ്ങളുടെ വാക്കിലെ വിശ്വാസം ശരി, ശരി. നിങ്ങൾ ശരി ഷമ, നമുക്ക് സമയം അവസാനിച്ചിരിക്കുന്നു. ഷമ, വളരെ നന്ദി. ഡോക്ടർ ഷമ മുഹമ്മദ് ആനന്ദ് കൊച്ചുകൂടി, ശ്രീ എം പി രാജേഷ്, വി ഉണ്ണികൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചത്. ഒരു ഇടവേള.